ആ കേസിനെ അട്ടിമറിക്കാൻ ആ പരിസരത്തുള്ള ചിലർ ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു. എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആ വീട്ടിൽ പോയിട്ടില്ല എന്ന് ആ സമയത്ത് കൂട്ടുകിട്ടാൻ ആവശ്യമായിട്ടുള്ള വർഗീയവാദികൾക്ക് ദേഷ്യം വരുമെന്ന് വെച്ചിട്ടാവാം. അതിന് ചില മുടന്ത ന്യായങ്ങൾ അവർ പറഞ്ഞപ്പോൾ അത് ശരിയല്ലാന്ന് തോന്നിയപ്പോഴാണ് പുതിയ ടീമിനെ വെച്ച് അന്വേഷണം നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ അവരാകെ ഇളിഭ്യരായി. ആ ജാള്യത മറക്കാനാണ്, അതുകൊണ്ടാണ് കോടതി വളരെ വ്യക്തമായിട്ട് എഴുതിയത് നടപടി പെൻഡിങ്ങിലാണ്. ഈ കേസിന്റെ വിധി വന്നതിൽ അവർക്ക് സന്തോഷമില്ല, കേസിലെ കുറ്റവാളിയോട് അവർക്ക് വെറുപ്പില്ല, ആ പാർട്ടിയോട് അവർക്ക് വെറുപ്പില്ല. അവർക്കിപ്പോൾ ആരോടാ വെറുപ്പ്? ഇപ്പൊ കുട്ടീൻ്റെ ഉമ്മ പറയുന്നത് എൻ്റെ മോള് പഠിച്ചിട്ട് ടീച്ചർ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. അപ്പൊ അതിൽ പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞത്ര ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. നമസ്കാരം. ന്യൂസ് അറ്റ് ഹൗസിൻ്റെ ടോക്ക് ഷോ വിത്ത് കെ വി മധുവിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കെ ശൈലജ ടീച്ചറാണ്. സ്വാഗതം ടീച്ചർ. നമസ്കാരം. ടീച്ചറോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് നേരത്തെ തന്നെ പലതവണ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഒരു പശ്ചാത്തലം കൂടി, ഒരു വർത്തമാനകാല അന്തരീക്ഷം കൂടി വന്നപ്പോഴാണ് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അത് പ്രത്യേകിച്ച് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നും. ഈ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട് വിധി വന്ന സാഹചര്യത്തിൽ ടീച്ചർ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട് നടത്തുന്ന വലിയൊരു ചിത്രീകരണമുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ സംഭവങ്ങൾ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രചരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പലപ്പോഴും അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആസൂത്രിതമായ പ്രചരണം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടീച്ചർക്ക് ഇങ്ങനെയുള്ള പ്രചരണം വരുമ്പം ഈ വിധി വന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്കൊപ്പം പല ഘട്ടങ്ങളിലായി നിന്ന, നേരിട്ട് അവിടെ നിരന്തരമായി ബന്ധപ്പെടുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ പ്രചരണത്തിനിടയിൽ എന്താണ് ഈ സമയത്തെ മാനസികാവസ്ഥ? എനിക്ക് ആ വിധി വന്നപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാരണം കേരള ഗവൺമെൻറ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തൊരു കേസാണത്. മാത്രമല്ല, ഞാനവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു അന്ന്. ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും ആ സമയത്താണ് ആയിരുന്നത്. ഈ കേസിൽ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ രക്ഷിതാക്കളോടൊപ്പം ഈ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടണം, ഈ കുഞ്ഞിന് നീതി ലഭിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഈ പ്രചരണം നടത്തുന്നത് അതിൻ്റെ ചുറ്റുപാടുള്ളൊരു ചെറിയ വിഭാഗം ആളുകളാണ്. വളരെ മോശം മാനസികാവസ്ഥയുള്ള, വളരെ ഇൻറ്റൻഷനലായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്നെ വ്യക്തിഹത്യ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ്. എന്നാൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കളോ കുട്ടിയോ അങ്ങനെ പറയില്ല. കാരണം ഈ വിധി വന്ന ഉടനെ തന്നെ, അറിഞ്ഞ ഉടനെ തന്നെ എന്നെ ആദ്യം വിളിക്കുന്നത് ഈ കുട്ടിയുടെ അമ്മാവനാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ്. ഇപ്പം അച്ഛൻ ചെറുപ്പത്തിലല്ല, ഈ കുട്ടിയെ അവർ പ്രഗ്നൻ്റായ സമയത്ത് തന്നെ അച്ഛൻ മരിച്ചു പോയിരുന്നു. പിന്നെ അമ്മാവൻ്റെ സംരക്ഷണയിലാണ്. അദ്ദേഹം ഉടനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ടീച്ചർ വിധി വന്നത് ശ്രദ്ധിച്ചില്ലേ, വളരെ സന്തോഷമായി, ടീച്ചറുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നല്ലൊരു വിധി ഉണ്ടായത്, ആശ്വാസമുണ്ട് ഞങ്ങൾക്കെന്ന് പറയാനാണ്. കുടുംബം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ വിധി വന്നതിന് ശേഷം ആ വീട്ടിൽ പോയിരുന്നു. നമുക്കിതിൽ ആരാണ്, ഏത് മതക്കാരാണ്, ഏത് ജാതിക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ് എന്നതൊന്നും അല്ല വിഷയം. ഞാൻ ഒരു മഹിളാ സംഘടനയുടെ പ്രവർത്തകയാണ്, അതുപോലെ തന്നെ ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇത്തരം കേസ്, ഒരുപാട് കേസുകളിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, എല്ലാ കേസുകളിലും. അപ്പോൾ ഈ കേസിൽ പ്രത്യേകിച്ച് ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടായി. കോവിഡിൻ്റെ വല്ലാത്തൊരു പശ്ചാത്തലത്തിൽ, കോവിഡ് ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ആ കോവിഡിൻ്റെ നമ്മൾ ഒരു 2020 മുഴുവൻ കോവിഡിൻ്റെ ഒരു വിമിഷ്ടത്തിലായിരുന്നല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ വീട്ടിൽ ചെന്നു, കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. ഈ വിധിന്യായത്തിനകത്ത് കുട്ടി പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ വീട്ടിൽ വന്നു, പക്ഷേ ശൈലജ ടീച്ചർ വന്നപ്പോഴാണ് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ, നമുക്ക് ഈ കുഞ്ഞു മക്കളോട് ചോദിക്കാവുന്നതിനൊരു രീതി ഉണ്ടല്ലോ, നമ്മളത് അന്വേഷിക്കുന്നവർ ചോദിക്കണം, നമ്മൾ എന്നിട്ട് അങ്ങനെ ചോദ്യം ചെയ്യാനല്ലല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലോണം പഠിക്കണം മോളൊന്നും വേറെ ചിന്തിക്കണ്ട, അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തോളും എന്ന് അവളോട് പറഞ്ഞു. അവൾക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് കോടതിയോട് തന്നെ ആ കുട്ടി പറഞ്ഞതായിട്ട് ഈ വിധിന്യായത്തിൽ തന്നെ രേഖയുണ്ട്. വീട്ടുകാർക്കും ഓരോ ഘട്ടത്തിലും ഞാൻ ഇടപെട്ടതിൻ്റെ നല്ല തെളിവുകളുണ്ട്. ഈ കേസ് ഉണ്ടായ ഉടനെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ബൈജു അടക്കമുള്ള നമ്മുടെ എൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സ്കൂളിലെ അധ്യാപകനാണ്, അയാളൊരു BJP പ്രവർത്തകനാണ്. പക്ഷേ BJP പ്രവർത്തകനാണ് എന്നുള്ളതിനല്ല പ്രത്യേകത, അധ്യാപകനാണ് എന്നുള്ളതാണ്. അധ്യാപകൻ കുഞ്ഞിനെ ആക്രമിക്കുന്നു, അതൊരു ശരിയല്ലാത്ത, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നുണ്ട്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, ബാക്കി പോലീസുകാർ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് എന്നിട്ട് ഉടനെ തന്നെ DYSP അന്ന് വേണുഗോപാലാണ്, തലശ്ശേരി DYSPയെ വിളിച്ചു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം,
അപ്പോൾ വേണുഗോപാൽ പറഞ്ഞു, DYSP പറഞ്ഞു, ടീച്ചർ മാഡം എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്, അവർ പരാതിയായിട്ട്, കുട്ടിയുടെ കാരണവരുണ്ട്, അതുപോലെ തന്നെ പരാതിയായിട്ട് വന്നിട്ടുണ്ട് അവരെന്ന് പറഞ്ഞു. അവരോടും DYSP പറഞ്ഞു, MLA ആണ് വിളിച്ചത്, മിനിസ്റ്ററാണ് വിളിച്ചത്, ഈ കേസ് ശരിയാവണ്ണം അന്വേഷിക്കണമെന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ കുട്ടിയുടെ അമ്മാവൻ അറിയാം. അദ്ദേഹം പിന്നെ പറഞ്ഞു, ടീച്ചർ വിളിക്കുമ്പം ഞാനവിടെ പരാതിയായിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്കൊരു വലിയ സമാധാനമായി, കാരണം ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ പോലീസിനോട്, അപ്പോൾ ഈ കേസ് നന്നായിട്ട് അന്വേഷിക്കും എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് വന്നു, അതുകൊണ്ട് വലിയ നന്ദിയുണ്ട് ആ കാര്യത്തിലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും നിരന്തരമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നു. ഇടപെടുകയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അന്വേഷണം കൃത്യമായി നടത്തണം എന്നുള്ള ഇടപെടലാണ്. അല്ലാണ്ട് നമുക്ക് തെളിവുകൾ പിന്നെ ഉണ്ടാവേണ്ടത് കുട്ടിയുടെ മൊഴിയിൽ നിന്നാണ്, യഥാർത്ഥമായ വസ്തുത അത് അന്വേഷിച്ച് കണ്ടെത്തലാണ് പോലീസിൻ്റെ രീതി. എന്നാൽ ആ കേസിനെ അട്ടിമറിക്കാൻ ആ പരിസരത്തുള്ള ചിലർ ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു. അതിലൊന്നും പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമോ ഒന്നും ഒരു ഘടകമല്ല എന്നും എനിക്ക് തോന്നിയിരുന്നു. ചിലർ അതിസമർത്ഥമായി കുട്ടിയെ കൊണ്ട് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഞാനത് ആ കുടുംബത്തിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. മോള് ശരിയായ രീതിയിൽ പറയണം, പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വഴിതിരിഞ്ഞു പോകരുത് പറയുന്നത്. കുട്ടിയുടെ മൊഴിയാണ് കേസിന് ഏറ്റവും പ്രധാനം. സംഭവിച്ചത് തന്നെ പറഞ്ഞാൽ മതി, എന്താണോ സംഭവിച്ചത് അത് പറഞ്ഞാൽ മതി, അത് കുട്ടിക്ക് പറയാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രത്തോളം ഈ കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച ആളുകളിൽ ചിലരാണ് ഈ പ്രചരണമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ ചിലപ്പോൾ ലീഗിൻ്റെ ആ പ്രദേശത്തെ പ്രവർത്തകരുണ്ടാകാം, പക്ഷെ ലീഗുകാരാകെ ഇതിന് ശ്രമിച്ചു എന്ന് ഞാൻ പറയില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളെല്ലാം പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്നു, പ്രത്യേകിച്ചും ആ മേഖലകളിൽ. കക്ഷി രാഷ്ട്രീയമൊക്കെ വ്യത്യസ്തമാണെങ്കിലും ഞാനവിടെ MLA ആയിരുന്നപ്പോൾ വളരെ മാന്യമായിട്ട് പെരുമാറുകയും ഇപ്പോഴും ആ സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്തുള്ളവർ എന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു SDPIയുടെ ചില പ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഈ പ്രദേശത്തുള്ള കുബുദ്ധികളായിട്ടുള്ള ചിലർ, അത്രേ പറയാൻ പറ്റുള്ളൂ. അവർ തന്നെയാണ് പല വിധത്തിലുള്ള ഫേക്ക് ഐഡിയും ഉണ്ടാക്കിക്കൊണ്ട് മാറി മാറി പല രീതിയിൽ ഇത് പ്രചരിപ്പിക്കാൻ എനിക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത്. എനിക്കെതിരെ മാത്രമല്ല, ഈ സമൂഹത്തിൽ വർഗീയതക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വലിയ തോതിലൊരു ആക്രമണം നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പഴയകാല പ്രസംഗങ്ങളും എല്ലാം എടുത്തു വെച്ച് ഇപ്പോഴത്തെ പ്രസംഗങ്ങളും എല്ലാം നോക്കിയാൽ ആർക്കും പറയാൻ കഴിയും മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായിട്ട്, ഏറ്റവും കാര്യമാത്ര പ്രസക്തമായിട്ട് പറയുന്നത്, ഞങ്ങളെല്ലാം അങ്ങനെ പറയുന്നവരാണ്. ആ കൂട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരാണ് മുസ്ലിങ്ങൾ. അവർ വേറെ എവിടെയും പോകണമെന്ന് പറയുന്നത് ശരിയല്ല. ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായ മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശം നടത്തുന്നത് ശരിയല്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. മാത്രമല്ല, ഈ ഗുജറാത്ത് സംഭവത്തെക്കുറിച്ചൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട്. അത് ഹിന്ദു വർഗീയവാദികൾക്ക് ഇഷ്ടമല്ല, എന്നാൽ മുസ്ലിം വർഗീയവാദികൾ ചിലർ അതൊന്നും അവർക്ക് വിഷയമല്ല, എന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാറ്റാൻ. അത് തുടങ്ങിയത് ഈ വടകര ഇലക്ഷൻ്റെ സമയത്താണ്. മുസ്ലിം ജനവിഭാഗത്തിലൊരു വലിയ വിഭാഗം എന്നോട് ആഭിമുഖ്യമുള്ളവരാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അവരെനിക്ക് വോട്ട് ചെയ്തേക്കുമോ എന്ന ഭയത്താലാവണം ഞാൻ മുസ്ലിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു. അത് ചില ഫേക്കായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കിയല്ലോ. ഞാനും റിപ്പോർട്ടർ ചാനലിലെ അരുണും കൂടിയുള്ളൊരു ഇൻ്റർവ്യൂവിൽ അരുൺ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഈ വർഗീയവാദത്തെ ടീച്ചർ കാണുന്നത് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, മുസ്ലിങ്ങൾക്കെതിരായി എത്ര മോശമായിട്ടുള്ള പ്രചരണമാണ് ഹിന്ദു വർഗീയവാദികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ മുസ്ലിങ്ങളിൽ വർഗീയവാദികൾ ഉണ്ടാവാം, ഞാൻ പറഞ്ഞ വാചകമാണ്, മുസ്ലിങ്ങളിൽ വർഗീയവാദികൾ ഉണ്ടാവാം, എന്നാൽ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാ? ഈ ചോദ്യം ചോദിച്ചു. ചോദ്യചിഹ്നം ഒഴിവാക്കിയിട്ട് എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നും പറഞ്ഞിട്ട് അത് എടുത്തിട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ അരുൺ തന്നെ അതിനെതിർത്ത് അന്ന് നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ രൂപവും പ്രക്ഷേപണം ചെയ്തിട്ട് പറഞ്ഞു, ടീച്ചർ പറഞ്ഞത് നേരെ എതിരാണ്, എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളല്ല, മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, ഇവിടെ ജീവിക്കേണ്ടവരാണ്, അവരെ വർഗീയവാദികളായി മുദ്ര കുത്തുന്നത് ശരിയല്ല. എന്നാൽ വർഗീയവാദികളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അവരെയാണ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ടത് എന്ന ഈ അർത്ഥത്തിൽ ആ സമയത്ത് തന്നെ ഇപ്പോൾ ഈ പാലത്തായി കേസായാലും ഈ പ്രചരണ സമയത്ത് പോലും ഞാൻ മനസ്സിലാക്കി ടീച്ചർ അവിടെ ഒന്നിലധികം തവണ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പലരും പേടിച്ച് പലരെയും പേടിച്ച് പോവാതിരുന്ന ഘട്ടത്തിലും ഒരു സ്ഥാനാർത്ഥി നിലയിൽ ടീച്ചർ അതിനെ പേടിക്കാതെ അവിടെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇലക്ഷന്റെ സമയമാണ്. ഇലക്ഷന്റെ സമയം ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ
എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആ വീട്ടിൽ പോയിട്ടില്ല എന്ന് ആ സമയത്ത്. പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം വിധി വന്നതിന് ശേഷം വിധി വന്നിട്ട് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. വിധി വന്നിട്ട് എന്തുകൊണ്ടാ? എൻ്റെ അന്നത്തെ ആരോപണം BJPയുടെ വോട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കുറെ പോയി. മുഴുവൻ BJPക്കാരും ചെയ്തിട്ടില്ല. എന്തായാലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തെരഞ്ഞു പിടിച്ച് കുറച്ച് വോട്ട് അപ്പുറത്തേക്ക് ആരോ മറിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ BJPക്ക് RSSന്റെ വർഗീയതയൊക്കെ നമ്മൾ എതിർക്കുന്നതാണ്. എന്നാൽ ഒരാൾ BJP ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് അവരെല്ലാം മോശക്കാരാണെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടുമില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. RSSന്റെ വർഗീയതക്കെതിരാണ്. എന്നാൽ BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അതിലുള്ള ആളുകൾ മുഴുവൻ വളരെ മോശക്കാരാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു വിഭാഗം ആളുകൾ വോട്ട് മറിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ വോട്ട് കിട്ടിയതിൻ്റെ നന്ദിയുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ ഇന്നത്തെ തീയതി വരെ പോകാതിരുന്നത്. കാരണം അവരുടെ അടുത്ത് പോകുമ്പോൾ ഈ വോട്ട് ചെയ്ത അല്ലെങ്കിൽ ഇനി നാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വർഗീയവാദികൾക്ക് ദേഷ്യം വരുമെന്ന് വെച്ചിട്ടാവാം. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളാണ് എനിക്കെതിരെ. ഞാനാണെങ്കിൽ ഇതൊന്നും എനിക്ക് വോട്ട് കിട്ടുന്നതല്ലല്ലോ പ്രശ്നം. അത് ജനങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. എന്നെക്കുറിച്ച് കുറേ നുണകൾ പ്രചരിപ്പിച്ചാൽ അത് മുഴുവൻ വിശ്വസിക്കുന്നവരാണ് എൻ്റെ നാട്ടുകാരെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? അത് മുഴുവൻ വിശ്വസിക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ. ഇപ്പം വടകര ഇലക്ഷനിലും ഞാൻ കരുതുന്നത് ഇവർ പ്രചരിപ്പിച്ച ഈ വർഗീയത കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്നൊന്നുമല്ല. അതൊരു പൊളിറ്റിക്സ് ആയിരുന്നു, കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അതിൻ്റെ വിശകലനമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ എനിക്ക് ചെയ്യുമായിരുന്ന കുറേ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ശേഷം ചിലർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ വേറെന്തോ ധരിച്ചു, അതുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞവരുണ്ട്. അത് ചുരുക്കം ചിലരായിരിക്കും. മറികടക്കാനുള്ള ഒരു ശ്രമം കൂടി ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു അറ്റാക്കിനെ? ഇതിനെ ഇത്തരത്തിൽ അവർ വെളിപ്പെടും എന്നുള്ള ഒരു ഘട്ടം വരുന്നുണ്ട്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ് പരിഭ്രമിക്കുന്നത്. അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അവർ വിചാരിച്ചത്, ഈ ചിലർ വിചാരിച്ചത് ഈ കേസിലെ വിധി എൻറ്റയർലി ഡിഫറെൻ്റ് ആവുന്നതാണ്. ഈ കേസിൽ അനുകൂലമായിട്ട് വിധി വരില്ല എന്നാണ് സ്വപ്നം കണ്ടത്. പോലീസിന് കുറ്റം പറയാൻ ശ്രമിച്ചു, ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ ശ്രമിച്ചു, ജനപ്രതിനിധി എന്നുള്ള എന്നെ കുറ്റം പറയാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളതിന് ശരിയായ പാത്തിലൂടെയാണ് പോയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വേണ്ടത്ര തൃപ്തിയില്ലാന്ന് തോന്നിയൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം വൈകി. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു അത് പ്രതി അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പം പ്രതി അബ്സ്കോണ്ടിങ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്ഥിരം പോലീസ് ഭാഷയാണ്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പ്രാഥമികമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ പോലീസിനെതിരായിട്ട് അത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബവും പറഞ്ഞു എന്തോ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു ചെറിയ പോരായ്മ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി. മുഖ്യമന്ത്രി ഉടനെ തന്നെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഈ കേസിനകത്ത് ഇടപെട്ടു. വളരെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് അന്വേഷണം നടത്തിയ കേസാണിത്. എന്നാൽ ഇത് അട്ടിമറിഞ്ഞ് പോകുന്ന ആഗ്രഹിച്ച ചില ആളുകൾക്ക് വലിയ അടിയാണ് ഈ വിധി വന്നപ്പോൾ ഉണ്ടായത്. കാരണം കോടതി വിധി വന്നാൽ നമുക്കറിയാം നല്ല ശിക്ഷയല്ലേ പോക്സോ കോടതി വിധിച്ചത്. ഇടയ്ക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് മാത്രമാണ് കേസ് ഫ്രെയിം ചെയ്തത്. അപ്പോൾ ഒരു പെൺകുട്ടി തന്നെ സ്കൂളിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും പോക്സോ ആക്ട് അനുസരിച്ചല്ലേ കേസെടുക്കേണ്ടത്. ഞാനത് ആ സമയത്ത് ചോദിച്ചു, അതുകൊണ്ട് പോക്സോ ആക്ട് അനുസരിച്ചല്ലേ കേസെടുക്കേണ്ടത്. അതിന് ചില മുടന്ത ന്യായങ്ങൾ അവർ പറഞ്ഞപ്പോൾ അത് ശരിയല്ലാന്ന് തോന്നിയപ്പോഴാണ് പുതിയ ടീമിനെ വെച്ച് അന്വേഷണം നടത്തിയത്. മാത്രമല്ല ഗവൺമെൻറ് പ്ലീഡർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ശശിധരനും അതുപോലെ തന്നെ തലശ്ശേരിയിൽ അഡ്വക്കേറ്റ് ബീനയുമാണ് പോക്സോ ആക്ട് അനുസരിച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ ഗവൺമെന്റിന് വേണ്ടിയാണ്, ഒരു വ്യക്തിപരമായിട്ടല്ലല്ലോ. ആ കേസ് പോക്സോ ആക്ട് അനുസരിച്ച് തന്നെ എടുക്കണമെന്നുള്ള സ്ഥിതി വന്നത് അതിന് ശേഷമാണ്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ്റാണ് ഏറ്റവും നന്നായിട്ട് ഈ കേസിന് വേണ്ടി ഇടപെട്ടത്. അത് കൃത്യമായി അന്വേഷിക്കുകയും മജിസ്ട്രേറ്റ് അതിൻ്റെ ഇഴകീറി പരിശോധിച്ച് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ വിധി അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്കെതിരെ ആക്രോശവുമായി ഇറങ്ങിയവർ ഒട്ടും പ്രതീക്ഷിച്ചത്, അവർ പ്രതീക്ഷിച്ചത് ഈ കേസിൽ പ്രതിയെ വെറുതെ വിട്ടാൽ അത് ഞാനെന്തോ അല്ലെങ്കിൽ LDF എന്തോ CPM എന്തോ അട്ടിമറിച്ചിട്ടാണ് കേസിൽ പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കാമെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ അവരാകെ ഇളിഭ്യരായി. ആ ജാള്യത മറക്കാനാണ് ഒരു കാര്യമില്ലാതെ ആർക്കും ഈ സമൂഹത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും ആലോചിച്ചാൽ മനസ്സിലാവുന്നതല്ലേ. ഇത്ര നന്നായി പോലീസ് അന്വേഷിച്ച് കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിലെത്തിച്ച് അതിനനുസരിച്ച് കോടതി ഒരു നല്ല വിധി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കുറ്റക്കാരാകുന്നത്? ഞങ്ങളെ കുറ്റക്കാരാക്കാൻ യാതൊരു വകുപ്പും അതിനകത്തില്ലല്ലോ.
പിന്നെ ആകെ ഉള്ളത് ഒരു വാചകമാണ് എടുത്ത് കാണിക്കുന്നത് ചിലര്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ വിധിക്കകത്ത് ഒരിടത്ത് ശ്രദ്ധിച്ചിരുന്നു ആ വാചകം. ഒരിടത്ത് പറഞ്ഞു, ഈ കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കൗൺസിലർമാർ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ചു. അതൊരു ഹരാസ്മെന്റ് ആണ്. ഇത് സംബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് അന്ന് പരാതി കൊടുത്തിരുന്നു. എന്നോട് ഈ കുട്ടിയുടെ അമ്മാവനൊക്കെ പറഞ്ഞിരുന്നു, ടീച്ചർ ഈ കൗൺസിലർമാര് വല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചു കുട്ടിയെ വല്ലാണ്ട് ബേജാറാക്കുന്നു, അതൊന്ന് അവസാനിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞു. കേട്ട ഉടനെ തന്നെ ഞാൻ പോലീസുകാർ അന്നത്തെ ചാർജുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, കൗൺസിലർമാർ വളരെ കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത് കുട്ടിയെ ബേജാറാക്കാണ്ട് ചോദ്യം ചെയ്യാനാണ്. പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ അത് കുറച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായി പോകും. അതുകൊണ്ട് മനഃശാസ്ത്രപരമായി ഇടപെട്ട് കുട്ടിയുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് വരിക, അതാണ് കൗൺസിലർമാർ ചെയ്യേണ്ടത്. അതിനു പകരം കുട്ടിയെ ആകെ അമ്പരപ്പിലാക്കുന്ന ചോദ്യങ്ങൾ കൗൺസിലർമാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊള്ളണം അടിയന്തരമായിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പോലീസ് പറയുകയും ചെയ്തു. റിട്ടേൺ ആയിട്ടും ഒരു പരാതി അന്ന് എനിക്ക് തന്നിരുന്നു മന്ത്രിയായിട്ട്. അപ്പോൾ ആ പരാതി അപ്പം തന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കിട്ടിയ ഉടനെ തന്നെ ഈ പരാതി പോലീസുകാർക്ക്, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. എന്നാൽ ആ സമയത്ത് നടപടി സ്വീകരിക്കാൻ കഴിയില്ല. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കാനേ പറ്റില്ല. കാരണം കൗൺസിലർമാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെതാണെങ്കിലും പോലീസുകാരാണ് കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളോട് അനുവാദം ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഈ 2 കൗൺസിലർമാർ ഈ കേസ് അന്വേഷണത്തിന് വിട്ടുതരണം. അപ്പോൾ സമ്മതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമ്മതം ചോദിക്കുമ്പോൾ നമ്മൾ ആ കൗൺസിലർ, അത് ഏത് കേസിലായാലും ഉടനെ പോലീസ് ആവശ്യപ്പെട്ട കൗൺസിലർമാരെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നതിലോ അവരെ നിശ്ചയിക്കുന്നതിലോ അതിൽ പരം ഒരു അധികാരം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കില്ല. അപ്പോൾ എന്തായാലും കൗൺസിലർമാരെ നിശ്ചയിച്ചു. ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം മുഖ്യമന്ത്രി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ കൗൺസിലർമാരുടെ ഈ തെളിവെടുപ്പ് സീൽഡ് കവറിൽ കോടതിക്ക് കൊടുക്കുകയാണ്. അത് പരസ്യമല്ല. അത് പരസ്യമാവുന്നത് കോടതി വിധി വരുമ്പോഴേ ഉള്ളൂ. അതിനു മുമ്പേ പോലീസിനും ഇന്ന കാര്യങ്ങൾ കൗൺസിലർമാർ പറഞ്ഞതിലുണ്ടെന്ന് വെളിയിൽ പറഞ്ഞ് അതിൻ്റെ പേരിൽ മോശമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണല്ലോ അവർക്കെതിരെയുള്ള പരാതി. ആ ചോദ്യങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉത്തരം എന്താണെന്നും ആ സമയത്ത് പോലീസിന് ഓപ്പണായിട്ട് കിട്ടില്ല. അത് സീൽ ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അത് കോടതിയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ കൗൺസിലർമാരുടെ ചോദ്യത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ തോന്നുന്നു. ആ സമയത്ത് തന്നെ കുട്ടിയുടെ ഉമ്മ ഒരു പരാതി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരുന്നു. അതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ്, ഈ നടപടി എടുത്തില്ല, അത് കുറ്റകരമാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതി എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. കാരണം എനിക്ക് ചെയ്യാൻ കഴിയുന്ന അപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പരാതി പൂഴ്ത്തിവെച്ചിട്ടില്ല, അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നിട്ടില്ല, കൗൺസിലർമാരെ വെള്ളപൂശാൻ നടന്നിട്ടില്ല. പക്ഷെ എനിക്കും അറിയില്ല കൗൺസിലർ എന്ത് ചോദിച്ചു എന്നുള്ളത്. അത് എനിക്ക് കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കോടതി അത് കണ്ടു, കോടതിക്കും അത് ഇഷ്ടമായില്ല ചില ചോദ്യങ്ങൾ. ആ പരാമർശം കോടതിയുടെ വിധിന്യായത്തിലുണ്ട്. ഇനിയിപ്പോൾ അത് അന്വേഷിച്ചിട്ട് നിയമപരമായിട്ട് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നടപടി എടുക്കാൻ സാധിക്കും. അതിന് നടപടിക്രമം എന്തായാലും സാമൂഹ്യനീതി വകുപ്പ് ചെയ്യും, അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ ആ സമയത്ത് ഉചിതമായത് ഞാൻ ചെയ്തു. ഞാൻ ആ പരാതി നഷ്ടപ്പെട്ടു പോകാതെ അപ്പം തന്നെ ബന്ധപ്പെട്ട പോലീസ് വകുപ്പിലേക്ക് എത്തിച്ചു. അവർ അത് നടപടിയെടുക്കാൻ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. സ്വീകരിക്കേണ്ട സമയം ഇതാണ്. അതുകൊണ്ടാണ് കോടതി വളരെ വ്യക്തമായിട്ട് എഴുതിയത് നടപടി പെൻഡിങ്ങിലാണ്. അങ്ങനെയാണ്, നടപടി എടുത്തിട്ടില്ല എന്നല്ല, ആ നടപടി പെൻഡിങ്ങിലാണ്. ആ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇപ്പോഴാണ് നടപടി എടുക്കേണ്ടതെന്ന് കോടതിക്കറിയാം. കോടതി എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ കോടതിയുടെ വിധിന്യായത്തിനകത്ത് ചിലയിടത്ത് എന്നെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. കുട്ടി എന്നെ കണ്ടിരുന്നു എന്നും ആശ്വസിപ്പിച്ചിരുന്നു എന്നും ഒക്കെയുള്ള പരാമർശം അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിൽ എനിക്ക് തെല്ലും മനസാക്ഷി കുത്തുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ കുഞ്ഞുമോക്ക് നീതി കിട്ടണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിച്ചതാണ്. അപ്പോൾ ആ കുഞ്ഞുമോൾക്ക് ഇപ്പം നീതി കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഒരക്ഷരം സംസാരിക്കുകയോ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്ത വിദ്വാന്മാരാണ്. ഇതൊരു തരം കനകോലു എഫക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രചരണമാണ്. പക്ഷേ അവരെന്ത് പ്രചരിപ്പിച്ചാലും ശരി, ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് അതറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവരുടെ ഈ പ്രചരണം കൊണ്ടൊന്നും ക്യാരക്ടർ അസാസിനേഷനാണ് ലക്ഷ്യമെങ്കിൽ അത് സാധിക്കും തോന്നുന്നില്ല. ഈ വിധിന്യായം ആവും പോലെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനകത്ത് തന്നെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ കോടതിയിൽ ഈ ടീച്ചറുടെ പേര് കുട്ടി പറഞ്ഞ സാഹചര്യം, പ്രതിഭാഗം അഭിഭാഷകൻ കുട്ടിയോട്
ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ പിന്തുണയാണ് ടീച്ചർ നൽകിയെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള വിധത്തിൽ ചോദിക്കുന്നുണ്ട്. ടീച്ചർ വന്ന് കണ്ടിരുന്നോ, എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി നിഷ്കളങ്കമായി ആശ്വാസമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനെ പ്രതിഭാഗം, സംഘപരിവാറിൻ്റെതടക്കമുള്ള സംഘങ്ങളുടെ പിന്തുണയുള്ള പ്രതിഭാഗം അങ്ങനെ നടത്തുന്നു. ഇപ്പുറത്ത് ടീച്ചർ അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതിന് നിന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും അതിനനുസരിച്ചുള്ള ഫേക്കായ വാർത്ത തന്നെ വരുന്നുണ്ടല്ലോ, ഫേക്കായി സെന്റൻസ് അങ്ങനെ നടത്തും. ഇതിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ടീച്ചർക്ക് അത് എങ്ങനെയാണ് ഈ ആദ്യഘട്ടത്തിൽ മനസ്സിലായത്? അതായത് ഈ തുടക്കത്തിൽ തന്നെ എനിക്ക് ചിലരുടെ അവിടുത്തെ ഇടപെടൽ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തെറ്റ് പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരല്ല, ഒരു പരിശ്രമം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, കുട്ടി ഉണ്ടായതുള്ളതുപോലെ പറയണം, അതിൽ വേറെ പൊടിപ്പും തൊങ്ങലും വെച്ച് സമയവും ക്രമവും എല്ലാം നിശ്ചയിച്ച് കുട്ടിയെ കൊണ്ട് ബേജാറാക്കി അങ്ങനെയാണ് ഈ ദിവസം സ്കൂളിൽ ഈ മാഷ് ഇല്ലല്ലോ എന്നൊക്കെ വാദിക്കാൻ അവർക്ക് സാധിക്കുന്ന വിധത്തിൽ, കുഞ്ഞു മോളല്ലേ, അതിനോട് അവൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ സമയവും കാലവും ഒന്നും ഒരു പ്രശ്നമല്ല. ഈ ചെറിയ കുട്ടി നാഴിക വിനാഴികയെല്ലാം ഓർത്തു വെക്കണം എന്നൊന്നുമില്ലല്ലോ, കോടതിയും അങ്ങനെ നിഷ്കർഷിക്കില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞ് ഉണ്ടായിട്ടുള്ള ദ്രോഹം അതേപടി പറഞ്ഞാൽ മതി, ബേജാറാവാതെ. ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ പറയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളാരും നിർബന്ധിക്കില്ലല്ലോ. നമുക്കാർക്കെങ്കിലും ഏതെങ്കിലും ഒരു അധ്യാപകൻ അയാളുടെ രാഷ്ട്രീയ പാർട്ടി മാറ്റായതുകൊണ്ട് അയാളുടെ പേരിൽ കേസെടുത്ത് അയാൾ ശിക്ഷിക്കണം അങ്ങനെ ആരും കരുതുമോ? അങ്ങനെയൊന്നും കരുതാൻ കഴിയില്ല. ഇതിലൊന്നും കക്ഷി രാഷ്ട്രീയമേ ഇല്ല. പക്ഷെ ചിലര് ഈ കേസ് അട്ടിമറിക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. അത് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ഈ തൽപര കക്ഷികൾ എനിക്കെതിരെ ഇപ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന, ഈ കേസ് ഇത്രയും വിജയകരമായിട്ട് വന്നതിൽ സന്തോഷിക്കുന്ന, എനിക്കെതിരെ പോസ്റ്റ് ഇടുമ്പോൾ ഒരര അക്ഷരം ഇവര് എതിരാളികളാണെന്നാണല്ലോ കുപ്പ്. മുസ്ലിം വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളും, ഞാൻ ഊന്നി പറയാണ്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും അല്ല, വർഗീയവാദികൾ മാത്രമാണ്. അവര് ആരെങ്കിലും പരസ്പരം കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ കേസിന്റെ വിധി വന്നതിൽ അവർക്ക് സന്തോഷമില്ല, കേസിലെ കുറ്റവാളിയോട് അവർക്ക് വെറുപ്പില്ല, ആ പാർട്ടിയോട് അവർക്ക് വെറുപ്പില്ല. അവർക്കിപ്പോൾ ആരോടാ വെറുപ്പ്? ഈ കേസ് നേരാവണ്ണം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള എന്നോടാണ്, അന്നത്തെ അവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എന്നോടാണ്. അപ്പോൾ ഇത് ഈ ഇരട്ടത്താപ്പ് ജനം കാണും. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ മുഴുവൻ ആളുകളും ഇതിൻ്റെ പിന്നിലില്ല. എലക്ഷൻ ആയതുകൊണ്ട് പക്ഷേ ശൈല ടീച്ചർ ആളോട് പറയട്ടെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്നതല്ല ശരി ടീച്ചറെ കുറിച്ച് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു രാഷ്ട്രീയ താല്പര്യം എന്നതും ഉണ്ട്, അതിനേക്കാൾ ഉപരി വ്യക്തിപരമായിട്ട് ചിലരുടെ താല്പര്യമുണ്ട്, വർഗീയ താല്പര്യമുണ്ട്. വർഗീയത പരസ്യമായിട്ട് കാണുമ്പോൾ പരസ്പരം എതിരാണെന്ന് നമുക്ക് തോന്നിയാലും ഈ കടുത്ത വർഗീയ ശക്തികൾ പരസ്പരം വർഗീയത ഇല്ലാത്തവരെ ആക്രമിക്കാൻ പുറപ്പെടുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവരുടെ എല്ലാം പൊതുശത്രു ആരാ? ഇടതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷാവുന്നത്? ഇപ്പൊ P ജയരാജനെതിരായിട്ട് വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്ഥാപിക്കുന്ന ഒരാളാണ് P ജയരാജൻ. ആ P ജയരാജൻ മുസ്ലിം വിരുദ്ധനാണെന്ന് പ്രചരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? സംഘിയാണ് സംഘിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. M സ്വരാജ് ഇത്ര ഭംഗിയായിട്ട് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പഠിച്ച് വർഗീയതക്കെതിരെ, അത് ഏതെങ്കിലും ഒരു വർഗീയത എന്നുള്ളതല്ല, അതിശക്തമായി വർഗീയതക്കെതിരെ, ഇപ്പം ഭരണാധികാരത്തിൽ വരാൻ കഴിയുന്ന വർഗീയത കൂടുതൽ അപകടകാരിയാണെന്ന് ഞങ്ങളെല്ലാം പറയാറുണ്ട്. അവർക്ക് ഭരണചക്രം തിരിക്കാൻ കഴിയുമ്പോൾ ചില നടപടികൾ എടുക്കാൻ സാധിക്കും. എന്നാൽ ഭരണാധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് കണ്ട് ന്യൂനപക്ഷ വർഗീയത അല്ലാണ്ടാവുന്നില്ല. ഇത് രണ്ടും പരസ്പര പൂരിത, ഒന്നിന് വളാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ ഇതിൻ്റെ ചില നേതൃത്വങ്ങൾ ചില കേന്ദ്രത്തിൽ വലിയ യോജിപ്പിലാണ്. അവർക്ക് നാട്ടിൽ ഹിന്ദുക്കളെല്ലാം ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നോട്ടെ, കേട്ടില്ലേ, അല്ലെങ്കിൽ BJP-യുടെ കൂടെ നിന്നോട്ടെ, ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല, അങ്ങനെയാണ് അവരുടെ ആഗ്രഹം. മുസ്ലിങ്ങളെല്ലാം ലീഗിൻ്റെ കൂടെ നിന്നോട്ടെ, കോൺഗ്രസിൻ്റെ കൂടെ നിന്നോട്ടെ, ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. ഇത് രണ്ട് വർഗീയവാദികളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാര. എന്തുകൊണ്ടാണ്? വർഗീയതയെ ശക്തമായി എതിർക്കുന്നത് ഇടതുപക്ഷമാണ്. വർഗീയത ഉണ്ടായാൽ സമാധാനത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ കേവലം 2 വോട്ട് കിട്ടാനല്ല, ഈ നാട്ടിലെ മനുഷ്യർ സമാധാനമായിട്ട് ജീവിക്കണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് ഏറ്റവും ശരിയായ രാഷ്ട്രീയം, ഏറ്റവും ശരിയായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഞങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു. അതുകൊണ്ടാണ് എതിർക്കുന്ന സമയത്ത് എതിർ വർഗീയതയെ എതിർക്കാതെ, ഇപ്പൊ മുസ്ലിം വർഗീയവാദികളാണെങ്കിൽ ഹിന്ദു വർഗീയവാദികൾക്കെതിരെ അവർ അരേ അക്ഷരം വേണ്ടില്ല, കേട്ടില്ലേ? ഹിന്ദു വർഗീയവാദികളാണെങ്കിൽ മുസ്ലിം വർഗീയവാദികൾക്കെതിരായിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമാരോടാ? CPM-നോടും ഇടതുപക്ഷത്തോടുമാണ്. അതിൻ്റെ അകത്ത് തന്നെ സാധാരണക്കാരായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്ക് സമാധാനത്തോടെ ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ
ഈ രണ്ട് വർഗീയ ശക്തികളും പിന്നോട്ട് പോകണം. എന്നിട്ട് പൊതുപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിമും ഒക്കെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ രാജ്യം കുട്ടിച്ചോറായി പോവില്ലേ? ഈ കേസിൻ്റെ കാര്യത്തിലും എന്നെ ടാർഗറ്റ് ചെയ്യാൻ കാരണം ഞാൻ വർഗീയതയ്ക്ക് എതിരാണെന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും ശക്തമായിട്ട് ഇപ്പം പലസ്തീൻ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും ശക്തമായിട്ട് അതിനെതിരെ പ്രകടനം നടത്തിയതും സംസാരിച്ചതും എല്ലാം CPIM ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും. എന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹമാസിനെ കുറ്റം പറയുന്നയാളാണെന്ന് ഒരു കൂട്ടർ, ഹമാസിനെ പിന്തുണക്കുന്നയാളാണെന്ന് പറഞ്ഞിട്ട് എന്തെന്നാണ് ഇത്? ഗീബൽസിയൻ സിദ്ധാന്തമാണ്. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് ചില ആളുകളെങ്കിലും സത്യമായി കരുതുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഒരു ചെറിയ കാലയളവിലേക്ക് അങ്ങനെ കരുതാം. ഇപ്പോൾ പൊതുവേ ആ കോവിഡിൻ്റെ കാലത്തെല്ലാം ഇടപെടുന്ന സമയത്ത് ഹിന്ദു മുസ്ലിമും വർഗീയതയും ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇടപെട്ടത്. ഒരു മനുഷ്യൻ്റെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക, അതിനുള്ള സ്നേഹം ജനങ്ങളുടെ ഇടയിൽ എന്നോടുണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. കാരണം ഞാനാണെന്ന് ആരോഗ്യമന്ത്രിയായിരുന്നത്, ഞാനാണിത് പറയാനുള്ള സ്പോക്സ് പേഴ്സൺ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ എനിക്കെന്തെങ്കിലും മതിപ്പുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ അതിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ എല്ലാ പോളിസിയും മന്ത്രിസഭയുടെ ഒരാരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ എനിക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിന് അഭിനന്ദനങ്ങൾ തന്നിട്ടുള്ളത് എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല. അതിപ്പോൾ വഴിയിലൊക്കെ വെച്ച് കണ്ട ഇപ്പോഴും വന്നിട്ട് ചിലർ പറഞ്ഞു, ടീച്ചറെ ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ടാ, പക്ഷേ ടീച്ചറോട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാം ജീവൻ അന്ന് ടീച്ചറുടെ കയ്യിലാണെന്നാണ് തോന്നിയത്. മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് ആളുകൾ ഇതെല്ലാം പറയുമ്പോൾ ഇത് ബഡായി പറയുന്നതാണെന്ന് ചിലർ പറയും. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുള്ള ആ പാർട്ടിക്കകത്തെ ആളുകൾക്ക് അറിയാലോ. അവർ പറഞ്ഞിട്ടുണ്ട് ടീച്ചറുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ടീച്ചറുടെ അന്നത്തെ ആ ഇടപെടൽ അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ പറയുന്നതാണ് ഈ വർഗീയവാദികളെ ചൊടിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സിൽ എന്നോടുള്ള ശത്രുത ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന പരീക്ഷണം കൂടി ആയിരിക്കാം ഈ വ്യക്തിഹത്യ. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ക്യാരക്ടർ അസാസിനേഷന്, വ്യക്തിഹത്യക്ക് ശ്രമിച്ചാൽ അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നതാണ്. നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടാക്കിയ ഒരു പക്ഷേ ജനങ്ങളുടെ സ്നേഹം ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയെങ്കിൽ അതങ്ങനെ കഴുകിപ്പോകുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ആളുകൾക്ക് ഇപ്പോഴും ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇപ്പം ഈ കേസ് ഇതിനപ്പുറത്തൊരു കാര്യം, ഇത് കടന്നു വന്ന ഘട്ടങ്ങളിൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ 2 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ടീച്ചർ അടക്കമുള്ള ആളുകൾ കൃത്യമായി അതിൽ ഇടപെട്ടു. ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഇടപെടാൻ ഒരാളുണ്ടായി. അതിന് നേതൃത്വം അതിനനുസരിച്ചിട്ട് നടപടികളായിക്കൊണ്ട് പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചു. അതിനൊരു റിസൾട്ട് ഉണ്ടായി. ഇത് മുഴുവൻ സമയം ഇത്തരം ഈ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ വലിയ പിഴവുകൾ സംഭവിച്ചേക്കാമെന്ന് സാധാരണ മനുഷ്യനെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം അതിനകത്തില്ലേ? തീർച്ചയായിട്ടും. ഞാൻ മഹിളാ അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകയും കൂടിയാണ്. മന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പും ഇത്തരം കേസുകളിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ സംഘടന ഇടപെടാറുണ്ടായിരുന്നു. ചില കേസുകൾ പോലീസ് കൃത്യസമയത്ത് നന്നായി ഫ്രെയിം ചെയ്താൽ കോടതിയിൽ നിന്ന് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നു. എന്നാൽ ചില കേസുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി 10-12 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചാർജ് ഷീറ്റ് സമയത്തിന് സമർപ്പിക്കാതിരിക്കുക, കേസ് ഇങ്ങനെ ലാഗ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ശിക്ഷ മാത്രമേ പ്രതികൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് കണ്ടിട്ടുണ്ട്. നല്ല ശിക്ഷ കിട്ടിയ ഒരു കേസായിരുന്നു ഞങ്ങളുടെ നാട്ടിലവിടെ മട്ടന്നൂർ, പട്ടാന്നൂർ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു പെൺകുട്ടിയെ അവിടെ പറശ്ശിനിക്കടവിലുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് 10-12 ആളുകൾ ചേർന്ന് ദ്രോഹിച്ചു. കുട്ടിയുടെ ഉപ്പയാണ് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അയാളും പ്രതിയാണ്. അയാളിപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മരിച്ചു. അയാളും പ്രതിയാണ്. പക്ഷേ അന്ന് ഇരിട്ടി പോലീസ്, അപ്പോൾ ഇതറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആ വീട്ടിലെത്തി. കുട്ടിയുടെ പാവപ്പെട്ട കുടുംബമാണ്. കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടു, കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു. ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധപ്പെട്ടു. വളരെ പെട്ടെന്ന് കേസന്വേഷണം നടക്കണം. അന്ന് നല്ലൊരു DYSP ഇരിട്ടി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ 12 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ പഴുതില്ലാത്ത വിധ കേസന്വേഷണം നടന്നു. 12 പ്രതികൾക്ക് ശിക്ഷ കിട്ടി. കേട്ടില്ലേ? എന്നാൽ എത്രയോ കാലമായിട്ട് നീട്ടിപ്പോയപ്പോൾ സൂര്യനെല്ലി കേസ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തുടക്കത്തിൽ തന്നെ ആ കേസിനെ അട്ടിമറിക്കാനായിരുന്നല്ലോ ചിലർക്ക് താല്പര്യം. അതങ്ങനെ ആ കുട്ടിയെ ചെയ്തിട്ടുള്ള ഹരാസ്മെൻ്റ് എത്രയാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇതുപോലെ തന്നെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലെന്ന് വളരെ ക്രൂരമായിരുന്നു. അന്ന് ഞങ്ങളല്ലല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. കേട്ടില്ലേ? അപ്പോൾ വളരെ ക്രൂരമായിട്ടാണ് ആ കേസിൽ പോലീസുകാർ കുട്ടിയെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യനെല്ലി കേസിലെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടാതെ പോയതും. ഞങ്ങൾ കോടതി കക്ഷി ചേർന്നിരുന്നു, സുപ്രീം കോടതി വരെ പോയിരുന്നു. പക്ഷേ കൃത്യസമയത്ത് കേസന്വേഷണം കൃത്യമായി നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിക്കാതെ വന്നാൽ പിന്നീട് ചില കേസുകൾ തെളിയിക്കുക
വളരെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ, ഒരുപാട് കേസിൻ്റെ അനുഭവങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഈ കേസ് തെന്നി മാറി പോകരുത്, കേസ് ആർക്കും വളച്ചൊടിക്കാൻ സാധിക്കരുത്, കൃത്യമായിട്ട് ഈ കേസ് അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി ഇടപെട്ടതും. ഇപ്പൊ ഈ വിധി വന്നതിന് ശേഷം ടീച്ചർ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ അവർ തൃപ്തരാണോ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ വളരെ സത്യസന്ധരാണ് കുട്ടിയുടെ ഉമ്മയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മാവനും. കടുത്ത സമ്മർദ്ദം അവർക്ക് ഉണ്ടാവണം, അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആ രീതിയിൽ. മീഡിയ വൺ ചാനലൊക്കെ വിളിച്ചിരുന്നു അവരെ കൊണ്ട് എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ സാധിക്കുമെന്ന് ആർക്കും പരിശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ വളരെ സത്യസന്ധരാണ്, കടുത്ത ദൈവവിശ്വാസികളാണ്, നല്ല സത്യസന്ധരാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഓരോ ഘട്ടത്തിലും ഞാൻ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത് അവർ പറയാറുണ്ടത്. ടീച്ചറാണ് ഭയങ്കര ആശ്വാസം ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇത് വിധി വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും സമയം കിട്ടിയുള്ളൂ പോവാൻ. ഞാൻ ആ വഴിക്കൊരു പരിപാടിക്ക് പോകുമ്പം അവിടെ കയറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ ആശ്വാസമായി. ഞാൻ പറഞ്ഞു കേസിൽ ഇയാൾക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഞാനാണിപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത് ഈ വർഗീയവാദികളാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ ചെയ്യുക ടീച്ചർ, ഇതാണ് ലോകം. പിന്നെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് അങ്ങനെ യാതൊരു ആക്ഷേപവും ഇല്ല. ആകെ ടീച്ചറോടൊരു പരാതി പറഞ്ഞത് ഈ കൗൺസിലർമാർ കുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെന്നാണ്. ടീച്ചർ അത് മുഖവിലക്കെടുത്ത് അത് ഞാൻ പരിശോധിച്ച് പറഞ്ഞോളാം, അവരോട് അത് നിർത്താൻ ആവശ്യപ്പെട്ടോളാം എന്ന് പറഞ്ഞു. പിന്നീട് കൗൺസിലർമാരുടെ പ്രവർത്തനം ആവശ്യമില്ലല്ലോ. അതോടുകൂടി അന്ന് ഈ മോശമായി പെരുമാറി എന്നുള്ളത് അവർ പറഞ്ഞതാണ്. ഇപ്പം ജഡ്ജി പറഞ്ഞത് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പക്ഷേ അതിൽ പരാമർശം വരാൻ തന്നെ കാരണം ഒരുപക്ഷെ അന്നത്തെ ടീച്ചറിന്റെ ഈ അവരുടെ പരാതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ തീർച്ചയായിട്ടും അവരെനിക്ക് ഓരോ ഘട്ടത്തിലും അവർ എന്നെ അറിയിക്കുന്നുണ്ട്, എന്നോട് വിളിച്ച് പറയുന്നുണ്ട് അന്വേഷണം വഴിവഴിച്ച് പോവുമോ, ഉത്കണ്ഠ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും പേടിക്കണ്ട, മുഖ്യമന്ത്രി അത് വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി ഓഫീസും ഈ കേസ് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഭയക്കണ്ട, കുട്ടിക്ക് നീതി കിട്ടും. മറുപുറത്ത് ആര് എന്നുള്ളതല്ല, ഞങ്ങൾ കാണുന്നത് പീഡിപ്പിക്കപ്പെട്ട കുട്ടിയാണ്. ഇനി അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിലും ഇതേ സമീപനം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പട്ടാനൂർ കേസിൽ ചിലപ്പോൾ അതിനകത്ത് LDFന്റെ CPM മെമ്പർമാരൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ വിദൂര അനുഭാവികൾ ഉണ്ടായിരുന്നു. ആ കേസ് അട്ടിമറിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോ? ആ കേസിലെ മുഴുവൻ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം തന്നെയാണ് കരുതിയത്. അപ്പോൾ ഞങ്ങൾ ഏത് കേസായാലും പ്രതിയുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഇടപെടുന്നത് എന്നുള്ളതാണ്. കുടുംബത്തിന് ഇപ്പോഴും നല്ല സംതൃപ്തിയാണ്. എന്നോട് പറഞ്ഞു ഇനി ഈ കേസിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞു കടുത്ത ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്, ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട്. കേട്ടില്ലേ, ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട്, ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ് അവരുടെ കുടുംബം. കുട്ടി ഇപ്പം പഠിക്കുന്നുണ്ട്, പിന്നെ സ്കൂളിൽ ഞാൻ ഏറ്റവും നിർബന്ധിച്ചതാണ്, മോള് ഇതിൻ്റെ വിഷമത്തിൽ വീട്ടിലിരിക്കരുത്, സ്കൂളിൽ പോകണം, ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കണ്ട. ചിലർ പറയും, ചിലർ കളിയാക്കും, അതൊന്നും മോള് കേൾക്കണ്ട, മോള് പഠനത്തിൽ ശ്രദ്ധ അർപ്പിച്ച്. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ പറയുന്നത് എൻ്റെ മോള് പഠിച്ചിട്ട് ടീച്ചർ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു നല്ലോണം പഠിക്കട്ടെ, അവൾക്ക് ജോലിയൊക്കെ കിട്ടും, നിങ്ങളുടെ കഷ്ടതകളൊക്കെ തീരും. ഇത് മാത്രമല്ലേ പ്രതീക്ഷയുള്ളൂ ആ സ്ത്രീക്ക്, ഒരു പാവപ്പെട്ട സ്ത്രീ. അതിനെ ഗർഭം ധരിച്ച സമയത്ത്, കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്താണ് ഉപ്പ മരിച്ചു പോകുന്നത്. പിന്നെ ഈ കാരണവർ നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ ആ കുടുംബത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ കിട്ടും, നിങ്ങൾ നല്ലോണം പഠിപ്പ് കഴിയട്ടെ, പഠിപ്പ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ജോലിയൊക്കെ അന്വേഷിക്കുക, നന്നായിട്ട് പഠിക്കാൻ പറയും. അപ്പോൾ അതാ ആ കുടുംബത്തിൻ്റെ സ്വപ്നം, ഈ കുട്ടി പഠിച്ചൊരു ആളാവണം എന്നുള്ളത്. അത് ആണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതി, അതാണ്. അത് ഇവരുടെ ഈ വർഗീയതയിലൊന്നും ആ കുടുംബം ഇല്ല. അദ്ദേഹം ഇടതുപക്ഷക്കാരനൊന്നും അല്ല, കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും CPMന്റെ മെമ്പറോ അനുഭാവിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം, പക്ഷേ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല, അതിൻ്റെ അമർഷവും ഇവർക്കുണ്ട്, കേട്ടില്ലേ. ആ വീട്ടിൽ പോയെന്ന് ആശ്വസിപ്പിക്കാത്തവരാണ് ഈ കുട്ടിക്ക് വേണ്ടി എന്തോ പറയുന്നു എന്നുള്ള മട്ടിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വളരെ മോശമാണ്. ഒരു ഘട്ടത്തിൽ ഈ മീഡിയ വൺ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം ഞാൻ ആഗ്രഹിച്ചതാണ്. ശരിക്കും മീഡിയ വണ്ണുള്ള വാർത്ത തന്നെ ഒരു ഈ വിധിന്യായത്തിലെ വരികൾക്ക് മഞ്ഞ വരയൊക്കെ ഇട്ടിട്ട് ഫേക്ക് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ അങ്ങനെ സെന്റൻസ് പോലും ഇല്ല. ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ആസൂത്രിതമായിട്ട് അവരുടെ നിരന്തരമായ വാർത്തകൾ, അവരുടെ പ്രതികരണങ്ങൾ, അത് 9 മണി ചർച്ചയൊക്കെ നടത്തിയല്ലോ, ഭയങ്കര ചർച്ചയൊക്കെ നടത്തി വ്യാഖ്യാനിക്കുന്നത്. പിന്നെ കുറേ ഫേക്ക് ID എവിടുന്നായി സൃഷ്ടിക്കുന്ന. അത് ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവം ഉണ്ടാകുന്നത്. ഇപ്പം എൻ്റെ പോസ്റ്റിനടിയിലൊക്കെ പലരും വിമർശനമൊക്കെ ഇടാറുണ്ട്, ടീച്ചർ
ടീച്ചറോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ടീച്ചർ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ അത് വളരെ പോസിറ്റീവ് അല്ലേ, അങ്ങനെ വിമർശിക്കുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ ഇത് വളരെ മോശമായിട്ട് ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസ്യമായ രീതിയിൽ ഒരു വിദ്വാൻ പറഞ്ഞത് ഇവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. മീഡിയ വൺ പോയിട്ട് ചോദിക്കാണ് ഇങ്ങനെ പറ്റുമോന്ന്, അപ്പൊ അവരോട് പറയാണ് ഇല്ല അത് വിളിക്കാൻ പറ്റില്ല, അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റില്ല. അതെ അതെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൂടെ നിന്ന ഒരാൾക്കെതിരെ ഒരു മടിയില്ലാണ്ട് ഇവരെ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്തത്? കുട്ടിയുടെ പിന്നെ അക്രമിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തതോ? വാങ്ങിക്കൊടുക്കാൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കൊടുക്കലല്ലോ. ആ കേസ് ഭംഗിയായി നടത്താൻ ഹെൽപ്പ് ചെയ്തു ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ടല്ലേ ആ ശിക്ഷ കിട്ടിയത്. എന്തൊക്കെ നുണയാ പ്രചരിപ്പിക്കുന്നത്? ഗവൺമെന്റ് ഒന്നുമല്ല, ഈ കുട്ടിയുടെ ഉമ്മയും നാട്ടുകാരും കേസിന് പോയിട്ടാണ്. ആര് കേസിന് പോയാലും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസല്ലേ. അത് ഉത്തരവിടേണ്ടത് പിന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അല്ലേ പോലീസിനോട്. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സംഘമല്ലേ ഈ കേസ് അന്വേഷിക്കുന്നത്. അതല്ലേ വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തുകൊണ്ടല്ലേ ശിക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സത്യം മറച്ചു വെച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ചെറിയൊരു വിഷമാദ്യം കണ്ടപ്പോൾ തോന്നി. കാരണം നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇടപെട്ട ഒരു കേസിൽ ഈ കുഞ്ഞുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി നിരന്തരമായി ഇടപെട്ട്, അപ്പുറത്ത് ഏത് പാർട്ടിക്കാരനാണെന്നൊന്നുമല്ല ഞാൻ നോക്കിയത്, അപ്പുറത്തൊരു അധ്യാപകനാണ്. അതായത് വീട് കഴിഞ്ഞാൽ സ്കൂളിലാണ് കുട്ടികളുടെ സുരക്ഷിതത്വം. കുഞ്ഞു മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല മക്കളെ എന്ന് പറഞ്ഞ് തിരുത്താൻ ഉത്തരവാദപ്പെട്ട രക്ഷിതാവാണ് അധ്യാപകൻ. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു മോശമായ വർത്താനമോ മോശമായ പെരുമാറ്റമോ ഒക്കെ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കുക? മക്കളെ അങ്ങനെ പറയരുത്, കേട്ടില്ലേ, അത് മോശമാണ്, നല്ല ഭാഷ ഉപയോഗിക്കണം, നന്നായിട്ട് സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞു മക്കളെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കേണ്ടുന്ന അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായാലും എന്ത് ചെയ്യും? അതാണ് എന്നെ വലിയ സങ്കടത്തിലാക്കിയത്. ഞാനൊരു അധ്യാപികയും കൂടിയാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും പാടില്ലാത്തതാണെന്നുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു രോഷം അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ. അയാൾ ഏത് പാർട്ടിയാണെന്നേ ഞാൻ ചിന്തിക്കുന്നില്ല, കേട്ടോ. പക്ഷേ കുഞ്ഞിന് രക്ഷ കൊടുക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തു നിന്നാണല്ലോ ഇതുണ്ടായത് എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ടീച്ചർ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർമ്മയിലേക്ക് നോക്കിയ ഘട്ടങ്ങളിൽ ഇതുപോലെ ഈ നേരത്തെ പറഞ്ഞില്ല ആക്ഷേപ പ്രയോഗങ്ങൾ ഇത്രയധികം എണ്ണം ലിസ്റ്റ് ചെയ്താൽ മറ്റൊരു വനിതാ നേതാവിനോ ഒരു സ്ത്രീക്കോ ഇത്രയും പട്ടികപ്പെടുത്താൻ പറ്റില്ല. ഒന്നും രണ്ടും ഒന്നുമല്ല, ഞാനിപ്പോൾ ഓരോന്നും എടുത്തു പറയുന്നില്ല. കോവിഡ് ഉള്ള കാലം മുതൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി അവസാനമാണ് ഇപ്പോൾ മീഡിയ വണ്ണിന്റെ ടൈറ്റിലിൽ തന്നെ ഞാൻ അത് വിശകലനം ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതെ പാലത്തായി എന്ന് ചേർത്തിട്ടാണ് ടീച്ചറുടെ പേര് തന്നെ അവർ ആഖ്യാനം ചെയ്തത്. അങ്ങനെ ഓരോ പേര് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ടീച്ചർ അതിനോട് എങ്ങനെയാണ് ഇപ്പോൾ ടീച്ചർ അമ്മ എന്നുള്ള പേര് സ്നേഹത്തോടെ ചിലർ വിളിച്ചിരുന്നതിനെ പോലും ആക്ഷേപമാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. ഞാൻ ആരോടും ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടില്ല, കേട്ടില്ലേ, എന്നെ അങ്ങനെ വിളിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ശൈലജ ടീച്ചറാണ്, ടീച്ചർ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ശൈലജ ടീച്ചർ ആയതുകൊണ്ടാണ്. തുന്നൽ ടീച്ചറാണ്, തയ്യൽ ടീച്ചർക്ക് എന്ത് ഇതില് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷേപം ചൊരിഞ്ഞപ്പോഴും ഞാൻ വേറൊരാളെ കൊണ്ട് പറഞ്ഞപ്പോ, വേറൊരാളെ കൊണ്ട് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ ഞാൻ അസംബ്ലിയിൽ ചോദിച്ചു, തയ്യൽ ടീച്ചർ അല്ലേ എന്നാ. തയ്യൽ പഠിപ്പിക്കുന്നതും ഒരു അധ്യാപനാണ്, കേട്ടില്ലേ. ആ ടീച്ചറെ ആക്ഷേപിക്കാൻ ആർക്കാണ് അധികാരം എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കോവിഡ് കാലത്ത് മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആർദ്രം മിഷൻ നടക്കുകയായിരുന്നു. ആ ആർദ്രം മിഷൻ ഏറ്റവും ഭംഗിയായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കാൻ എനിക്ക് പറ്റി. നിപ്പയും കോവിഡും നേരിട്ടത് മാത്രമല്ല, കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ, ടോട്ടൽ ട്രോമ കെയർ സിസ്റ്റം, ഇപ്പോൾ 315 ആംബുലൻസുകൾ കേരളത്തിൻ്റെ നിരത്തിലൂടെ ഓടുന്നുണ്ട്, ലൈഫ് സേവിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇത്ര ആളുകൾക്ക് ആശ്വാസമാണത്. അതുപോലെ ക്യാൻസർ സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ, ശിശുമരണ നിരക്ക് കൊടുക്കാനുള്ള ടീം. പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ഞാൻ മന്ത്രിയായി വരുന്ന സമയത്ത് 1000 പ്രസവത്തിന് 12 ആണ്. 2020 ആകുമ്പോഴേക്കും അത് 5 കുറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ശിശുമരണത്തിന് കാരണമായ ഒരു പ്രശ്നം കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ആയിരുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടോടെ ജനിക്കുക കുട്ടികൾ. വളരെ പെട്ടെന്നൊരു ശസ്ത്രക്രിയ നടത്തിയാൽ അത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ശസ്ത്രക്രിയക്ക് 8 ലക്ഷം 9 ലക്ഷം രൂപ ചിലവാകും. അപ്പോൾ അത് താങ്ങാൻ കഴിയാതെ പലരും ശസ്ത്രക്രിയ ചെയ്യുന്നില്ല. അതിനാണ് ഹൃദ്യം പദ്ധതി ഉണ്ടാക്കിയത്. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാതെ ഒരു ശിശുമരണ നിരക്ക് കുറക്കുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട്
കൺജനറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ള കുട്ടികളെ ഞങ്ങളുടെ ആംബുലൻസ് പോയി എടുത്ത് ശസ്ത്രക്രിയ നടത്തേണ്ട ആസ്പത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ ചെയ്ത് സുഖപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്ന സ്കീം അത്. 10,000-കണക്കിന് ഓപ്പറേഷനുകൾ ഇപ്പോൾ ചെയ്തു. അതിൽ ഞാനിത് തുടങ്ങുന്ന സമയത്ത് അന്ന് തുടങ്ങുന്ന സമയത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ പീഡിയാട്രിക് കാർഡിയക് സർജറി ഇല്ല. അത് ഞാൻ ഇത് പ്രഖ്യാപിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതില്ല. ഡോക്ടർമാരോട് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല മാഡം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു, എന്ത് ചെയ്യും ഇനി. പക്ഷേ വിട്ടുകൊടുത്തില്ല. ശിശുമരണ നിരക്ക് കുറക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ഈ ഓപ്പറേഷനുള്ള അമൃത ഹോസ്പിറ്റൽ, ലിറ്റിൽ ഫ്ലവർ, അതുപോലെ തന്നെ പിന്നെ ലിസി ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ, മിംസ്, ആസ്റ്റർ മിംസ്, ഇതിൻ്റെ എല്ലാം ആളുകളെ ഞാൻ നേരിട്ട് വിളിച്ചു. ഞങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തു തരുമോ? അപ്പോൾ അവർ വലിയ തുകയാണ് വാങ്ങുന്നത് സ്വകാര്യ ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു ആ തുക തരാൻ പറ്റില്ല, ഒരു ചെറിയ തുക 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ഞങ്ങൾ തരാം, അത് ഗവൺമെൻറ് തരും. ആ തുകക്ക് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് തരണം. ശിശുമരണ നിരക്ക് കുറക്കുക നിങ്ങളുടെയും കൂടി ഒരു ദൗത്യമാണല്ലോ. നമ്മൾ പലതും പ്രൈവറ്റുമായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആയിക്കോട്ടെ മേഡം, ഞങ്ങൾ ആ ദൗത്യത്തിൽ പങ്കുചേരാം. അങ്ങനെ ഇപ്പം അമൃത ഹോസ്പിറ്റലിലെ കൃഷ്ണകുമാർ ഡോക്ടറൊക്കെ എനിക്ക് തോന്നുന്നു 5000-ലേറെ ഓപ്പറേഷനുകൾ ചെയ്തിട്ട് വരുന്നു എന്നാണ്. അതാണ് 2020 ആകുമ്പോഴേക്കും ശിശുമരണ നിരക്ക് 5 കുറഞ്ഞത്. അപ്പോൾ കോവിഡ് എല്ലാം വന്നിട്ടും അതിൽ കൂടാതെ ഈ 2025 നോക്കുമ്പോഴും 5. ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു പേരുണ്ടായി സമൂഹത്തിൽ. അതൊരു ആസൂത്രിതമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. അതെല്ലാം അങ്ങനെയാണ്. മാതൃമരണ നിരക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് 2 അവാർഡ് തന്നു അന്ന് ഞാൻ പിരിഞ്ഞു വരുന്നതിന് മുമ്പേ. മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം, അതായത് 2020 30 കുറക്കാനാണ് തീരുമാനിച്ചത് 67 നിന്ന്. പക്ഷേ 2020 തന്നെ 19 ആയിരുന്നു. ഇപ്പം അത് 18 മാറിയിട്ടുണ്ട്. അപ്പം അത്രയും വലിയൊരു നേട്ടം കൈവരിച്ചതിന് സെൻട്രൽ ഗവൺമെന്റ് അവാർഡ് തന്നു. സെൻട്രൽ ഗവൺമെന്റ് വെറുതെ വിളിച്ച് തരില്ലല്ലോ. ഇതെല്ലാം എൻ്റെ എന്തോ PR വർക്കിന്റെ ഭാഗമായിട്ടാണ് പ്രചരിപ്പിക്കുക. കാരണം ഈ പേരുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോട് സ്നേഹം തോന്നിയാൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയന്നിട്ടാണ്. ആ പേരില്ലാണ്ടാക്കാൻ ശുദ്ധ നുണ പറയുകയാണ്. ഇതെല്ലാം PR വർക്കാണ്, ടീച്ചറൊന്നും ചെയ്തതല്ല. PP കിറ്റിന്റെ നിങ്ങൾ കണ്ടില്ലേ? കോൺഗ്രസ് പാർട്ടിക്കകത്തൊക്കെയുള്ള നിരവധി ആളുകൾ എന്നോട് പറഞ്ഞു, ടീച്ചർ അത് കേട്ടിട്ട് വിഷമിക്കണ്ട, കാരണം വില കൂടിയ സമയത്താണ് 1500 രൂപയ്ക്ക് വാങ്ങിയത്, വില കുറഞ്ഞപ്പോൾ 860 വാങ്ങിയിട്ടുണ്ട്, 500 വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവരൊരു ഉദാഹരണം പറഞ്ഞു, ഞങ്ങൾ 10 രൂപക്ക് ആദ്യം വാങ്ങിയ ഈ മാസ്ക് ഉണ്ടല്ലോ, സാധാരണ മാസ്ക് 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, പിന്നെ വില കയറിയ സമയത്ത് വീണ്ടും വില കുറഞ്ഞപ്പോൾ 10 രൂപക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ്, അതിപ്പോ ഈ ലോകായുക്ത തള്ളി. ഈ കോടതി കേസ് സാരായിട്ട് എടുത്തിട്ടില്ല എന്ന് കണ്ടിട്ടും അതെല്ലാവരും ശ്രദ്ധിക്കൂലല്ലോ. ഈ കുറെ ഇങ്ങനെയുള്ള ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് PP കിറ്റ് കള്ളി. ഇത് ബഹുജനം ആലോചിക്കേണ്ടതാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മനുഷ്യർ മരിച്ചു പോകുമായിരുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ, അല്ലെ? ഒരാൾ എന്ന് പറയുമ്പോൾ വ്യക്തിയല്ല, ഒരു ഗവൺമെന്റ്. ആരോഗ്യ വകുപ്പ് മന്ത്രി ഞാനായതുകൊണ്ട് അതിന്റെ നേതൃത്വത്തിൽ ഞാനായിരുന്നു. എന്റെ ഭാഗത്ത് പാളിച്ച പറ്റിയ കുറെ പാളിച്ച പറ്റും, കേട്ടില്ലേ? പോളിസി അനുസരിച്ച് ഞാൻ ശരിയായ സമയത്ത് റൈറ്റ് ഡെസിഷൻ അറ്റ് റൈറ്റ് ടൈം, ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാൻ മന്ത്രി കൂട്ടുനിന്നില്ലെങ്കിൽ വലിയ പാളിച്ച പറ്റും, 10,000 മരിക്കും. പക്ഷെ എൻ്റെ ഭാഗത്ത് അന്ന് പാളിച്ച പറ്റിയിട്ടില്ലല്ലോ. പാളിച്ച പറ്റാതെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾക്കെതിരെ പച്ച നുണ പ്രചരിപ്പിച്ച് ഒന്നിനും കൊള്ളൂല ഇയാളെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടുകാരത് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ സ്വകാര്യമായിട്ട് കാണുമ്പോൾ പറയും ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല കേട്ടോ. പക്ഷെ അവര് ഈ സംഘത്തെ നിലക്ക് നിർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർ തടസ്സപ്പെടുത്തണ്ടേ? ഇത് ധാർമ്മികമല്ല. പറഞ്ഞോട്ടെ, പൊളിറ്റിക്കലായിട്ട് എതിർത്തോട്ടെ, പൊളിറ്റിക്കലായിട്ട് ഏത് എതിർപ്പും പ്രയോഗിച്ചു. പക്ഷെ ഇത്ര വൾഗറായി PP കിറ്റ് കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര സംസ്കാരമില്ലാത്ത ആളുകളാണ് ഇത് കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിനകത്തുള്ള എല്ലാവരും അതിനെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആരാണിത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകളും പിന്നെ എവിടുന്നോ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സപ്പോർട്ടും, അതാണ് ഇത്രയും വൾഗറായിട്ടുള്ളത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുണ്ടാവില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ടാർഗറ്റ് ചെയ്യുകയാണ്. അത് നമ്മളോടുള്ള ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. കേട്ടില്ലേ? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ പിണറായിക്കെതിരെ എന്താ ഇത്രയും അറ്റാക്ക് വരുന്നത്? നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യ വരുന്നത് ഭയന്നിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത്, ഒരു വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമുള്ളൊരു വീട് സന്ദർശിക്കാൻ ഇലക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റോ പോയ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ്. അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അപ്പോൾ ചോദിച്ചു പോലും, നിങ്ങൾ 3 ആൾ മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ ജീവിക്കുന്നത്? ദരിദ്ര കുടുംബമാണ്.
അപ്പോൾ അതിൽ പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മറ്റാരുമില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും 3 ആൾക്കും ഈ പെൻഷൻ ലഭിക്കുന്നുണ്ട്, സാമൂഹ്യക്ഷേമ പെൻഷൻ. കേട്ടോ, ആ പെൻഷൻ 3 ആൾക്കും കിട്ടിയ 6000 രൂപ ഒരു മാസം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രേ ആവശ്യകതകളുള്ളൂ. ഭക്ഷണം കഴിച്ച് വസ്ത്രവും ധരിച്ച് സുന്ദരമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിൽ വളർന്നു വരുമ്പോ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാണ്ടാക്കാൻ പറ്റൂ, കള്ളനാണ്, കള്ളിയാണ് എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ അത് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വ്യാമോഹമാണ്. അത് നടപ്പില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെല്ലാം എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട്, ജനം പറഞ്ഞോട്ടെ, ഞങ്ങളത് തിരുത്താൻ തയ്യാറാ. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തെ അവർക്ക് ചവിട്ടിത്തേക്കാൻ പറ്റുമോ? അത് വെറും പുല്ലിൽ തേച്ച് കളയാൻ പറ്റുമോ? ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയത് ശരിയല്ല. PR വർക്ക് കൊണ്ട്, എന്നാൽ പിന്നെ PR വർക്ക് കൊണ്ട് ഇവരെല്ലാം മേടിക്കട്ടെ. അവിടെ ലണ്ടൻ UK ഗാർഡിയൻ പത്രത്തിൽ ഒരു വലിയ ആർട്ടിക്കിൾ വരിക എന്ന് വെച്ചാൽ ഇവർ പൈസ കൊടുത്താൽ കൊടുക്കുമോ? അവര് അങ്ങനെ കൊടുക്കുന്ന പത്രമാണോ അത്? അന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടല്ലേ കൊടുത്തത്. ആരൊക്കെ നമ്മളെ അന്ന് പ്രകീർത്തിച്ചിരുന്നു. ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും ഇന്ത്യയിലെ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി എന്നന്ന് പറഞ്ഞിരുന്നു. അതിലൊന്നും നമ്മളങ്ങ് അഹങ്കരിച്ച് നമ്മളാണ് ഇനി ലോകത്തിലേക്കും വലിയതെന്നൊന്നും, നമ്മളെക്കാളൊക്കെ ശക്തമായ ഇടങ്ങളാണ്. പക്ഷേ ചിലയിടത്ത് ഞങ്ങളിവിടെ കണ്ടെയ്ൻമെന്റ് മെത്തേഡ് സ്വീകരിച്ചപ്പോൾ ചിലയിടത്ത് മിറ്റിഗേഷൻ സ്വീകരിച്ചു. മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ചെടുത്ത് രോഗം പടർന്നു പിടിച്ച് പ്രായമുള്ളവരൊക്കെ കൂട്ടത്തോടെ മരിച്ചുപോയി. അപ്പോഴാണ് നമ്മൾ സ്വീകരിച്ച മെത്തേഡായിരുന്നു ശരിയെന്ന് പിന്നീട് പറഞ്ഞത്. അത് നമ്മൾ ആ ശരിയായ രീതി സ്വീകരിച്ചത് കൊണ്ടല്ലേ. കോവിഡിൻ്റെത് പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരടക്കം വിളിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ എന്നെയും വിളിച്ചു അഭിനന്ദിച്ചത് നമ്മളന്ന് സ്വീകരിച്ച ഈ കണ്ടെയ്ൻമെന്റ് രീതി, അതാണ് ശരി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ശരിയായ പ്രവർത്തനം നടത്തുമ്പോൾ ആളുകൾ അഭിനന്ദിക്കും. എന്നോട് UDF-നകത്തുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആളെ പേരെല്ലാം പറഞ്ഞാൽ പിന്നെ അവർ ശിക്ഷിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതിലൊരു പ്രമുഖമായിട്ടുള്ള നേതാവിനൊരു കോവിഡ് വന്നിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാറായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. കോൺഗ്രസ് ആണ്, യൂത്ത് കോൺഗ്രസ് ആണ് മേഡം, ഇങ്ങനെ വലിയ കഷ്ടതയിലാണ് ഞങ്ങളുടെ ഒരു ഇന്നയാളാന്നൊക്കെ പറഞ്ഞു. എവിടെയാ മോനെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഈ കോവിഡ് കൈകാര്യം ചെയ്യാൻ പരമാവധി ഫോൺ അറ്റൻഡ് ചെയ്യുമായിരുന്നു. കാരണം ആരാണ് ഹതാശരായിട്ട് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എൻ്റെ സ്റ്റാഫിനെയും വിളിക്കും, എന്നെയും വിളിക്കും, ഡോക്ടർമാരെയും വിളിക്കും. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വളരെ ക്രിട്ടിക്കലാണ്, ഇന്ന ഹോസ്പിറ്റലാണ്, സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ പേരും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതെയോ, ഞാനൊരു കാര്യം ചെയ്യാം, തൊട്ടടുത്തുള്ള ഇന്ന മെഡിക്കൽ കോളേജിൽ ഞാനൊന്ന് ബന്ധപ്പെടട്ടെ, അവിടെ ICU വാർഡ് ബെഡ് ഒഴിവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഉടനെ അവിടെ അന്വേഷിച്ചു, മാഡം ഇങ്ങോട്ട് കൊണ്ടുവരാം, ഞങ്ങൾ ആംബുലൻസ് അയച്ചോളാം ഈ പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആംബുലൻസ് വരും, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എത്രമാത്രം സീരിയസ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഡോക്ടർമാർ നോക്കട്ടെ, ഒരുമാതിരി രക്ഷിക്കാൻ കഴിയുന്നതാണെങ്കിൽ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ എത്തിച്ചു. ഭാഗ്യത്തിന് അയാൾ ജീവിച്ചു, രക്ഷപ്പെട്ടു. എന്നെ വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, നന്ദി പറഞ്ഞറിയിക്കാൻ കഴിയില്ല, ആ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു. അതാ ഒറ്റപ്പെട്ട കേസ് അല്ല മധു. അങ്ങനെയുള്ള കേരളത്തിൽ അത്തരം അനുഭവങ്ങൾ പറയാൻ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് മനുഷ്യർ. അവരെല്ലാം ചിലർ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കലായിട്ട് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അതിന് സാധിക്കില്ല. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ നമുക്ക് പേര് വെളിപ്പെടുത്താൻ കഴിയാത്തത് അത് അവരോട് ചെയ്യുന്ന ഒരു ചതിയായി പോകും. അതുകൊണ്ടാണ് അത് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. എത്രയോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് എത്രയോ ആളുകളൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആശ്വാസത്തെക്കുറിച്ച്. അപ്പൊ അതൊന്നും ഞാൻ PR വർക്ക് നടത്തിയിട്ടല്ലല്ലോ, ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവമല്ലേ. അതെല്ലാം കണ്ടും കേട്ടുമാണ് കേരളത്തിലെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയത്. എന്നോട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോടും ഞങ്ങളോടെല്ലാം തോന്നിയത്. അപ്പോൾ അത് ഇവരെ ഭയപ്പെടുത്തുന്നു വല്ലാതെ. എന്നിട്ടാണ് ഈ നുണ ഗീബൽസിയൻ സിദ്ധാന്തം 101 ആവർത്തിച്ചാൽ നുണ നേരാകും എന്ന് കരുതിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നു, നമ്മൾ വിചാരിച്ച ആളല്ലേ ശൈലജ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാവില്ലേ അത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ ഈ 2021 നിന്ന് ഈ 5 വർഷം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാണല്ലോ. ടീച്ചർ മന്ത്രി ആയിരുന്ന 5 വർഷം പൂർത്തിയാകുന്ന 2021 അല്ല, 2026. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒപ്പീനിയൻ മേക്കേഴ്സായി മാറുന്ന അവസ്ഥയാണ്. അവിടെയാണ് ഒപ്പീനിയൻ മേക്കിംഗ് നടക്കുന്നൊരു, അത് ആസൂത്രിതമായി തന്നെ നടക്കും, തീരുമാനിച്ചിട്ട് നടക്കും. അപ്പോൾ ഇപ്പോൾ ടീച്ചറുടെ ഇത്രയും കാലത്തെ ഈ രാഷ്ട്രീയ അനുഭവം കൂടി വെച്ച് നോക്കുമ്പോൾ
ഈ 2021 കഴിഞ്ഞ് 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ ടീച്ചർ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാലത്തെ ഈ മാതിരി പ്രചരണങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് ഇനി എന്താണ് സംഭവിക്കുക? പ്രചരണങ്ങൾ ഇനിയും വളരെ വൾഗറായിട്ടുള്ളത് വരും. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾ ഈ നവമാധ്യമത്തിൽ ഗുണവും ദോഷവും ഉണ്ട്. ഇതിങ്ങനെ ഒരു നുണ ഒരു റൗണ്ട് ഫാമിലി ഇതിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് കറങ്ങിയാൽ പെട്ടെന്ന് ആളുകളുടെ മനസ്സിലൊരു എതിർവികാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നവർ ഉണ്ട്. അത് പക്ഷേ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇതിൽ മൂന്നാം തവണ ഇടതുപക്ഷ സർക്കാർ വരണം എന്ന് ചിന്തിക്കുന്നവർ മഹാഭൂരിപക്ഷമുണ്ട്. അത് ഞങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സ്നേഹം തോന്നിയിട്ട് മാത്രമല്ല, അത്രയധികമാണ് കേരളം നടത്തിയ വികസന പ്രവർത്തനം, കേരളം നേടിയ നേട്ടം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു. നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നല്ല. ഇപ്പോൾ അതിദാരിദ്ര്യം പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചില ദരിദ്ര കുടുംബങ്ങളുടെ ചിത്രം എടുത്ത് കാണിച്ചിട്ട് എവിടെ പരിഹരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് കേവല ദാരിദ്ര്യം പരിഹരിക്കാനുള്ള പദ്ധതി എടുത്തു കൊണ്ടുവരുന്ന, ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ കഴിയാത്തവരുടെ എണ്ണം തുലവും കുറവാണ് കേരളത്തിൽ. പക്ഷേ അത്തരം ആളുകളെ കണ്ടവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തും റേഷൻ വാങ്ങാനുള്ള ഗതി ഉണ്ടാക്കലാണല്ലോ. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചും നമ്മൾ അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനൊക്കെ തീരുമാനിച്ചുകൊണ്ട്. എന്നാൽ കേവല ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം മാത്രമല്ലല്ലോ മനുഷ്യൻ്റെ ആവശ്യകത. കുറച്ചും കൂടി മെച്ചപ്പെട്ട മഹാഭൂരിപക്ഷ ആളുകൾ ഇടത്തരക്കാരായി മാറി കേരളത്തിൽ. ആ ഇടത്തരക്കാരെ ഇനി താഴേക്ക് പോകരുത്. ഇടത്തരക്കാർ താഴേക്ക് പോകാതിരിക്കണമെങ്കിൽ സൗജന്യ ചികിത്സ അല്ലെങ്കിൽ അഫോർഡബിൾ ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അവർക്ക് താങ്ങാവുന്ന ചിലവിലുള്ള ചികിത്സ കിട്ടണം, യാത്രാ സൗകര്യങ്ങൾ കിട്ടണം, വിദ്യാഭ്യാസം കിട്ടണം. കേരളം ഇന്ന് പരിശ്രമിച്ചത് അതിനാണ്. ഗവൺമെൻറ് സ്കൂളുകൾ മെച്ചപ്പെടുത്തിയും ഗവൺമെൻറ് ആരോഗ്യ സ്ഥാപനങ്ങൾ വലിയ തോതിൽ ഹൈടെക്കാക്കി മാറ്റിയും സഞ്ചാരപാതകൾ സുഗമമാക്കി മാറ്റിയും ഈ ഇടത്തരക്കാരെ താഴേക്ക് ചെല്ലാതെ ദരിദ്രരാക്കി മാറ്റാതെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി ആ ജീവിതം നയിക്കാൻ അവരെ സസ്റ്റൈനബിളാക്കി നിർത്തണം. അതിനാണ് കേരളം പരിശ്രമിക്കുന്നത്. അതേസമയം താഴെയുള്ളവരെ കൈപിടിച്ചുയർത്തി ഇടത്തരക്കാരുടെ ശ്രേണിയിലേക്ക് കൊണ്ടുവരികയും വേണം. അതിനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി. 1000 ഉറുപ്പിക വീതം വീട്ടിൽ പാവപ്പെട്ട സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുക. ഇത് ഏത് ഗവൺമെൻറ്റാണ് ഇങ്ങനെയെല്ലാം പ്രഖ്യാപിക്കുന്നത്? എപ്പോഴെങ്കിലും ഒരു 5000 ഉറുപ്പിക ഒരു അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവർക്ക് ജീവിതത്തിൽ സുസ്ഥിരത ഉണ്ടാകാൻ കഴിയുന്ന രീതിയിൽ ഒരു പെൻഷനും ഇല്ലാത്തവർക്ക് 1000 ഉറുപ്പിക കൊടുക്കുകയാണ് ഇടതുപക്ഷം സ്ത്രീകൾക്ക്, അവരുടെ അധ്വാനത്തെ മുൻനിർത്തിയിട്ട്. അത് അവർക്കൊരു വലിയ മുതൽക്കൂട്ടാണ്. കുടുംബ ബഡ്ജറ്റ് ക്രമീകരിക്കാൻ സഹായകമാണ്. നമ്മളുണ്ടാക്കിയ കുടുംബശ്രീയും അതിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹരിത കർമ്മസേന ഒരു 10-15,000 ഉറുപ്പിക ഒരു നാട്ടുമ്പുറത്തെ സ്ത്രീക്ക് കിട്ടുന്ന ഒരവസ്ഥ വന്നു. അതിനുശേഷം ആശാ വർക്കർമാർ, അവർക്ക് ഞാൻ മന്ത്രിയായിട്ട് വരുമ്പം 500 ഉറുപ്പിക ഓണറേറിയം 1000 ആക്കുന്ന കഴിഞ്ഞ ഗവൺമെൻറ്, അതിൻ്റെ മുമ്പിലത്തെ UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും കൊടുത്തിട്ടില്ല. ഇനി 1000 ആയാൽ തന്നെ അതിൽ നിന്ന് എത്രയെ വർദ്ധിപ്പിച്ച് ഓണറേറിയം ഫിക്സഡ് 7000 ആക്കി, ഇൻസെൻറ്റീവ് 3000 വർദ്ധിപ്പിച്ച് 7 3 10,000. ഈ 500-ൽ നിന്നാണ് 10,000 ആക്കിയിട്ട് വർദ്ധിപ്പിച്ചത്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 2000 മുടങ്ങാണ്ട് കിട്ടിയാൽ 12,000 ആവും. ഞങ്ങൾ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻസെൻറ്റീവും കൂടി കിട്ടിയാൽ 13-14,000 ഉറുപ്പിക കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു ആശാ വർക്കർമാരെ. അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? കേരളം ഒരുപാട് റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമൊന്നും അല്ലല്ലോ. എന്നിട്ടും പാവപ്പെട്ടവരെ ശ്രദ്ധിച്ചില്ലേ? പെൻഷൻ നേരത്തെ 65 രൂപയൊക്കെ തുടങ്ങിയ കർഷക തൊഴിലാളി പെൻഷൻ ഓരോ തവണ ഇടതുപക്ഷം വന്നപ്പോഴും വർദ്ധിപ്പിച്ച് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1600 എത്തിച്ചു. മോശമല്ല അത് തീരെ വരുമാനമൊക്കെ കുറഞ്ഞ ഒരു സ്റ്റേറ്റ് 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ലേശം ഈ ടാക്സ് ഷെയറൊക്കെ തരാതെ പിടിച്ചു വെച്ചപ്പോഴാണ് കുടിശ്ശികയായി പോയത്. ആ കുടിശ്ശിക തീർത്ത് കൊടുത്തു ഇപ്പം. എന്നിട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് അത് 2000 ആക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പറക്കാതെ പോയ മകനാണ് രക്ഷിക്കുന്നതെന്ന് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2000 രൂപ. ഈ 2000 രൂപ പെൻഷൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ സ്ത്രീക്ക് ഈ ഗവൺമെൻറ്റിനോട് വെറുപ്പുണ്ടാകേണ്ട കാര്യം എന്താ? അവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി 3000 കൊടുത്തൂടെ ചോദിക്കുകയാണ്. 500 രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഉമ്മൻചാണ്ടി സാറുള്ള സമയത്താണ് 100 ഉറുപ്പ വർദ്ധിപ്പിക്കുന്ന ഒരു തവണ പറയുമെങ്കിലും ചെയ്തത്. പക്ഷെ കൊടുത്തിട്ടില്ല. വർദ്ധിപ്പിക്കുന്നു പറഞ്ഞതേ ഉള്ളൂ. ബാക്കി എല്ലാം ഇടതുപക്ഷം വന്നപ്പോൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊടുത്ത ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 3000 കൊടുത്തൂടെ ചോദിക്കുന്നതിൽ അധികം നാണക്കേടെന്താ ഉള്ളത്? എന്തൊരു അല്പത്തമാണ് അവർ കാണിക്കുന്നത്. ശരിയല്ലല്ലോ അത്. എന്നാൽ അവരുള്ള സമയത്ത് ഒന്നിച്ച് ഒരു തവണ 1000 ഉറുപ്പ വർദ്ധിപ്പിച്ചിരുന്നു. നിങ്ങളിപ്പോൾ 400 വർദ്ധിപ്പിച്ചുള്ളൂ, ഞങ്ങൾ ഒറ്റ തവണ 1000 വർദ്ധിപ്പിച്ചിരുന്നല്ലോ എന്ന് പറയാൻ കഴിഞ്ഞാൽ അതിൽ ന്യായമുണ്ട്. അത് ചെയ്യാത്തവരാണ് ഇനി ഞങ്ങൾ വന്നാൽ ഇത്രയാക്കുമെന്ന് പറയുന്നത്. എന്താ ഉറപ്പ്? എത്ര തവണ അവർ വന്നു? ഞങ്ങൾ വരികയും കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കണം.
ഇനി ഇത് മാത്രമല്ല കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക്. ഇനി കേരളത്തിന്റെ പ്രശ്നം എല്ലാവർക്കും ജീവിക്കാനൊരു തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു സോഷ്യലിസ്റ്റ് ആശയ. പക്ഷെ കേരളത്തിൽ സോഷ്യലിസ്റ്റ് അപ്പാടെ നടപ്പിലാക്കാൻ സോഷ്യലിസ്റ്റ് രാജ്യമൊന്നും അല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ മൂക്കിന് കീഴെ അവർ പറയുന്ന ചില കാര്യങ്ങൾ അപ്പടി കേൾക്കേണ്ടി വരുന്ന ഫെഡറൽ സംവിധാനത്തിനകത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. കേട്ടില്ല, ആ ഫെഡറൽ ജനാധിപത്യപരമായ ഫെഡറലിസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ടാക്സിന്റെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന നികുതിയുടെ 30% താഴെയല്ലേ തരുന്നുള്ളൂ. 50% തരണം എന്ന് ചോദിച്ചിട്ട് തരാത്തൊരവസ്ഥയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വളരെ റിസ്ക് ആയിട്ടാണ് നടപ്പിലാക്കുന്നത്. നടപ്പിലാക്കിയിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, ആളുകൾ പ്രയാസം അനുഭവിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ റിസ്ക് എടുത്ത് നടപ്പിലാക്കുന്നത് പ്രയാസം കുറക്കാനാണ്. അതുകൊണ്ട് ഇനി കേരളത്തിൻ്റെ ലക്ഷ്യം കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന നല്ല ചെറുപ്പക്കാർ ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതാവുക, ഈ ബുദ്ധി ഇവിടെ പ്രയോഗിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച മാറ്റം കൊണ്ടുവരിക, അവിടെ പുതിയ കോഴ്സുകൾ തുടങ്ങുക, സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ സംരംഭകത്വത്തിന് പ്രേരിപ്പിക്കുക ചെറുപ്പക്കാരെ. എല്ലാവർക്കും PSCയിലൂടെ ജോലി കൊടുക്കാനൊന്നും പറ്റില്ല, അപ്പൊ കേന്ദ്രം പിടിക്കും, റവന്യൂ ചെലവ് കൂടി എന്ന് പറഞ്ഞിട്ട്. അത് വേറൊരു കുരിശാണ്. അവിടെ റവന്യൂ ചെലവ് കൂടി നിങ്ങൾക്ക് പദ്ധതി വിഹിതം പിന്നെയും കുറക്കുന്നു പറയുകയാണ്. അപ്പൊ ഇതൊരു ചക്രപ്പൂട്ടാ കേന്ദ്രത്തിന്റെ തീരുമാനങ്ങൾ. അത് ജനങ്ങൾ മനസ്സിലാക്കണം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം അതെന്താന്നുള്ളത്. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ അവരുടെ പിടി വീഴാത്ത തരത്തിൽ കേരളത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം വരുത്തുക. ഈ പുതിയ കേരളം, വികസിത വിജ്ഞാന കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തുന്ന പദ്ധതി, അതിനകത്ത് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞു. തൊഴിലിന് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുത്ത് വ്യവസായ വകുപ്പ് വഴി സംരംഭകത്വത്തിനൊക്കെ പ്രേരിപ്പിച്ച് കമ്പനികളുമായി ബന്ധപ്പെട്ട് അവർ തൊഴിലിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ച് എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ തൊഴിൽ കിട്ടുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പരിശീലിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, പിന്നെ PG കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, യുവാവും യുവതിയും ഒക്കെ, അവർ ഏതെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി പ്രത്യേക ഒരു കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ PSC കോച്ചിങ് നടത്തണമെന്നവർ ആഗ്രഹിക്കുന്നു. ആ ഒരു വർഷക്കാലം വളരെ താഴ്ന്ന വരുമാനമുള്ള കുടുംബത്തിന്, അല്ലാത്തവർക്ക് ഫീസ് കൊടുത്ത് പഠിക്കാം, അല്ലാത്ത കുടുംബത്തിന് 1000 ഉറുപ്പിക വീതം ചെറുപ്പക്കാർക്ക് കൊടുക്കുക. അവർക്ക് ഈ തൊഴിൽ പരിശീലനം നേടാനും ആ കോഴ്സുകൾ പൂർത്തിയാക്കാനും പ്രതിമാസം 1000 ഉറുപ്പിക ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ ഈ ഗവൺമെന്റിന്റെ കൂടെ അല്ലാതെ ആരുടെ കൂടെയാണ് നിൽക്കുക? ഇവിടെ നുണപ്രചരണം എല്ലാം യേശു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നാമതും LDF വരണം. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരുപാട്, അത് ഉയർന്ന ഇടത്തരക്കാരായാലും അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2-3 വീഡിയോ ഇത് കണ്ടു ചിലരുടെ. അതായത് വളരെ ഉയർന്ന പിന്നെ വരുമാനമുള്ള ആളുകൾ, വ്യവസായികളും വ്യാപാരികളും ഒക്കെ. അങ്ങനെ ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഇല്ല, എന്നാൽ ഇടതുപക്ഷോട്ടല്ല താനും. അവർ പറഞ്ഞിട്ടുണ്ട് മൂന്നാമതും പിണറായി സർക്കാർ വരണം. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് തന്നെയാണ്. കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇപ്പം വ്യവസായ വകുപ്പിന് അവാർഡ് കിട്ടിയല്ലോ, ഏറ്റവും വ്യവസായ സൗഹൃദം ഇവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതായത് പാവപ്പെട്ട ജനങ്ങൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, അതുപോലെ തന്നെ തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ്, അവരെല്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് വീണ്ടും വരണമെന്നല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാമതും LDF ഗവൺമെന്റിനെ കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും നല്ലത്. ശുഭപ്രതീക്ഷ ഉണ്ട്. ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുക്കും. ടീച്ചർ ഇപ്പം കഴിഞ്ഞ സർക്കാരിൽ 5 വർഷം പ്രവർത്തിച്ചിട്ട് പ്രശംസ വലിയ തോതിൽ ലഭിച്ച ഒരു കാലമാണ്. പല പ്രതിസന്ധികളും പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും നേരിടാത്ത വിധത്തിൽ, അതിന് മുന്നേ നേരിടാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇന്ന് ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ടീച്ചർക്ക് അത് എന്തുമാത്രം പറയാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിരീക്ഷിച്ച് ഈ ഒരു വ്യക്തി എന്നുള്ള ആൾക്ക് ടീച്ചർ ഓരോ മന്ത്രിമാരെയും കാണുന്ന ആളായിരിക്കില്ല രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ 5 വർഷത്തെ ആരോഗ്യ വകുപ്പിനെ ടീച്ചർ ആ നിലയിൽ വിലയിരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചോദിക്കാനുള്ളൊരു കാരണം വെച്ചാൽ ഇപ്പോൾ പൊതുമധ്യത്തിലൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാലം കൂടിയാണ് ഈ 5 വർഷം. അതുകൊണ്ടുകൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി വെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു 5 വർഷം കൊണ്ടൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ അധികമൊന്നും പറ്റില്ല. എങ്കിലും കുറെ കാര്യം പൂർത്തിയാക്കിയതാണ് ഈ മരണനിരക്ക് കുറച്ചതും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചതും. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ട്രോമ കെയർ യൂണിറ്റ് കണ്ടില്ലേ? അത് എയിംസിലെ ഡോക്ടർ തേജപ്രകാശിനെയും പിന്നെ സഞ്ജീവ് ബോയ് ആയിരുന്നു അവിടുത്തെ ഹെഡ്. അവരെ ഞാൻ തന്നെ പോയി ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടാണ് എയിംസിന്റെ അതേ മാതൃകയിൽ ഇവിടുത്തെ ഡോക്ടർമാരെ കൂടിച്ചേർന്നിട്ട് ഒരു ടീമായിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്, ട്രയാജ് സിസ്റ്റം ഒക്കെ ഉള്ളത്. എന്നാൽ അതെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി മെഡിക്കൽ കോളേജുകളിൽ അന്ന് പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ.
കിഫ്ബിയുടെ തുക പല മെഡിക്കൽ കോളേജുക്കും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തുക അനുവദിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത് വന്ന ഗവൺമെൻറ് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്തുടരാൻ സാധിക്കുമായിരുന്നല്ലോ. അവയിൽ കുറേ എണ്ണ ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു, കുറേയും കൂടി പൂർത്തിയാവാൻ ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിൽ ഒരു വലിയ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ 9 നില കെട്ടിടം, ചിലർ പറഞ്ഞു 9 നില കെട്ടിടം. ഞാൻ പറഞ്ഞു അവിടെ ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടാണ്, താഴെ സ്ഥലം കുറവാ. ടൗണിൽ ഒരു 4-5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ ഇറക്ഷൻ വേണ്ട, നമുക്ക് നീളത്തിൽ തന്നെ 3-4 നില കെട്ടിടം എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത് കാണുമ്പോൾ വലിയ ടവറാണ്, കാരണം അവിടെ സ്ഥലമില്ല. പക്ഷെ ലിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിനും അതുപോലെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഈ ഗവൺമെന്റ് അല്ലേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോളിസിയാണ്. അപ്പം മന്ത്രിമാരുടെ ഇടപെടലിന് ചിലപ്പോൾ നമ്മുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം അതൊക്കെ അതിന് ഉൾച്ചേരാം. അതൊക്കെ അത് സ്വാഭാവികമാണ്, അത് ഉൾച്ചേരാം. എന്നാൽ അതിൻ്റെ കോർ എന്താണ്? ഒരു ഗവൺമെന്റിന്റെ പോളിസിയാണ്. ഗവൺമെന്റിന്റെ പോളിസി ശരിയല്ലെങ്കിൽ ഇതാർക്കാ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ പോളിസി ഗവൺമെന്റ് തുടരുന്നു, പുതിയ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നു. അപ്പോൾ അതെല്ലാം അതുവഴി തുടർന്ന് വരുന്നു. അപ്പോൾ നമുക്കെന്താ കുറ്റം പറയാനുള്ളത്? കുറ്റം പറയുന്നവർ എത്ര നന്നായി ചെയ്താലും പറയും എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ അന്ന് ചെയ്ത ഈ നല്ല കാര്യത്തെ പോലും കരുതേച്ച് കാണിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. വ്യക്തിപരമായി കാണുമ്പോൾ പലരും പറയും, ടീച്ചറെ നമുക്കൊന്നും അഭിപ്രായം ഇല്ല കേട്ടോ, ഇങ്ങനെ ചിലർ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെ പറയുന്നവരെ പിന്തിരിപ്പിക്കണ്ടേ? അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ജയിച്ചു വരാൻ കഴിയും അവർക്കെല്ലാം? ഇത് ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ഈ തുടർച്ച ഉണ്ടായത് വളരെ നന്നായി. ആ പദ്ധതികളിൽ പലതും പൂർത്തിയാക്കാനായി, പുതിയ ചില പദ്ധതികൾ പ്രഖ്യാപിക്കാനായി. അതും ഇനി അടുത്ത വരുന്ന ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിച്ചതെല്ലാം അടുത്ത് പൂർത്തിയാക്കും. ടീച്ചറുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നാണ്. എൻ്റെ മലയാളം വിവർത്തനമാണ് ഞാൻ വായിച്ചത്. ഇംഗ്ലീഷിലാണ് അത് എഴുതപ്പെട്ടത്. ടീച്ചറുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചെറുപ്പകാലത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ മുതിർന്നതിന് ശേഷം കൂടുതലും സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെയാണ് ആ ആത്മകഥ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടി പ്രത്യേകത ഉണ്ടാവാം, വ്യക്തിപരതയിൽ നിന്ന് മാറിയ ഒരു ഘട്ടത്തിലേക്ക് മാറിയോ ഈ മുതിർന്ന രാഷ്ട്രീയ നേതാവായതിനു ശേഷം? തീർച്ചയായിട്ടും ഒന്നും വ്യക്തിപരമല്ല. ഇപ്പം ഞാനൊരു ആത്മഹത്യ എഴുതണം, അത് ആത്മഹത്യയൊന്നുമല്ല, ഒരു മെമ്മോയർ മാത്രമാണ്. ആത്മഹത്യയാകുമ്പോൾ അതിൻ്റെ അകത്ത് വേറെയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്. എന്നാൽ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു, ഞാൻ ഈ മിനിസ്റ്റർ അല്ലാതെ വന്ന ആ ഘട്ടത്തിൽ പിന്നെ എന്നെ ഡൽഹിയിലുള്ള ജഗർനോട്ട് പബ്ലിക്കേഷൻ അവർ കത്തയച്ചു എനിക്ക്, താങ്കളുടെ അനുഭവങ്ങൾ ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്നുണ്ട്. പിന്നെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ട എൻ്റെ വല്യമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളെ പോലുള്ളവർ ചോദിക്കുമ്പം പറയുമല്ലോ. അപ്പോൾ അതുമൊക്കെ അവർ കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും വേണം. ഒന്ന്, കുട്ടിക്കാലത്തെയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ. 2, ഈ മന്ത്രി ആയതിനു ശേഷം പ്രധാനമായിട്ടെടുത്ത ചില കാര്യങ്ങൾ, നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവം എന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ പറഞ്ഞു അതെ ആയിക്കോട്ടെ, പിന്നെ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇംഗ്ലീഷിൽ വേണം. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിൽ അത്ര സംസാരിക്കാൻ ആശയവിനിമയം ചെയ്യും, അതിപ്പം BBC-യിലും ഇതെല്ലാം ഞാൻ സംസാരിച്ചു. അതിനെയും ചിലർ കളിയാക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ദീന്നെന്തോ ഒന്ന് പറഞ്ഞെടുത്ത് ആ ദീ കുറേ പ്രാവശ്യം പറയുന്നതായിട്ട് കാണിച്ചിട്ട് വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അത് മുഴുവൻ എടുത്ത് കാണിച്ചാൽ അത് പറയുമ്പം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പോസ് ചെയ്തിട്ട് അടുത്ത സെന്റൻസിലേക്ക് കടക്കുക. ഞാനൊരു ഇംഗ്ലീഷ് പണ്ഡിതയൊന്നുമല്ല, പക്ഷേ ഇവരെല്ലാമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഞാൻ സംസാരിച്ചിരുന്നല്ലോ, ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞത്. ഒരുപാട് ഇന്റർവ്യൂ, ഇപ്പോൾ ലോറാസ് പിന്നി ഗാർഡിയന് വേണ്ടി എന്നെ ഇന്റർവ്യൂ നടത്തി ഓൺലൈനാണ്. അവർ ഇംഗ്ലീഷ് ചോദിച്ചു, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ മറുപടി പറഞ്ഞാൽ അവർക്ക് തിരിയില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ പരിഭാഷയെ അടുത്തിരുത്തണം, അപ്പോൾ അതിനൊരു ഗൗരവം ഉണ്ടാവില്ല. അവർ ചോദിച്ചു, എനിക്ക് കുറച്ചറിയാം, അറിയുന്ന ഇംഗ്ലീഷ് ഞാൻ അവരോട് പറഞ്ഞു. അത് വീണ്ടും ഇപ്പൊ റീബൈൻഡ് ചെയ്തിട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് വൾഗറാണെന്ന്, അതിൽ വേറെ എന്തെങ്കിലും പെശകുണ്ട് എന്ന്. ഗ്രാമറൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിയിട്ടുണ്ടാവാം, പക്ഷെ ഗ്രാമറൊന്നും അല്ലല്ലോ, നമ്മുടെ ആശയം വ്യക്തമാക്കുകയാണല്ലോ. ഇപ്പോൾ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുന്ന് എങ്ങനെയാണ് നിപ്പ കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചതും ഇംഗ്ലീഷിലാണ്, പറഞ്ഞതും ഇംഗ്ലീഷിലാണ്. അവർക്കാർക്കും അതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലാവും. അത്രയേ വേണ്ടുള്ളൂ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പക്ഷെ എഴുതാനൊന്നും എനിക്കാവൂല. മനോഹരമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സാഹിത്യ എഴുതി കളയാന്ന് വെച്ചാൽ അതിനൊന്നും സാധിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ എനിക്ക് എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാളെ ഞങ്ങൾ ഏർപ്പാടാക്കും, മേഡം പറഞ്ഞു കൊടുത്താൽ മതി, ഡിക്റ്റേറ്റ് ചെയ്താൽ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഇംഗ്ലീഷിൽ എഴുതും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ മഞ്ജു സാരാ രാജൻ, പിന്നെ കൊച്ചിൻ ബിനാലേൻ്റെ CEO ഒക്കെ ആയിരുന്നു, അപ്പം മിടുക്കി കുട്ടിയാണ്, അവരെ ഏർപ്പാടാക്കി. പിന്നെ ഞാൻ അവരോട് എനിക്ക് കുറച്ച് എസ്സേ കിട്ടിയിട്ടുള്ളവരോട് പറയാൻ, കുറേയെല്ലാം ഞാൻ ഈ ഇതിൽ വാട്സാപ്പിൽ
പിന്നെ വോയിസ് മെസ്സേജ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് എഴുതിയത്, നടക്കുന്ന നടത്തത്തിലും പോകുന്ന യാത്രയിലും ഒക്കെ. ഒരു 4 ദിവസമാണ് മഞ്ജുവിൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അവരതെല്ലാം നല്ല അടുക്കും ചിട്ടയോടു കൂടി മനസ്സിലാക്കി അവർ പിന്നെ നന്നായിട്ട് അത് എഴുതി, നല്ല ഭാഷയിൽ. അത് ആ ഇംഗ്ലീഷിൻ്റെ ഒരു ചടുലത അതിൻ്റെ അകത്ത് ആദ്യത്തെ പാർട്ടിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ പാട്ടിൽ പിന്നെ യഥാർത്ഥ വിവരണമാണല്ലോ, ഈ ആരോഗ്യ മേഖല. അത് രസകരമായും വൈകാരികമായും എഴുതാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഉള്ളതപ്പാടെ പറഞ്ഞു കൊടുത്തു, അതപ്പാടെ എഴുതി എന്നുള്ളതാണ്. പക്ഷെ എഴുതി വന്നപ്പോൾ അതൊരു വലിയ പുസ്തകമായി പോയി, ഒരുപാട് 100-700 പേജുകളുള്ളത്. പക്ഷെ എന്നാലും നാട്ടിൽ അത് അധികം പ്രചരിപ്പിക്കപ്പെട്ടില്ല. കാരണം മലയാളം തർജ്ജമ ചെയ്യുമ്പോഴും എനിക്ക് തീരെ നേരമില്ലാത്തൊരു സമയത്തായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു ഞാൻ അടുത്തിരുന്നിട്ട് പറഞ്ഞു ചെയ്യും പോലെയല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. സിതാര നല്ല സാഹിത്യകാരിയാണ്. പക്ഷെ അതിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കുറേ കൂടി ആകർഷകമാക്കാൻ എന്തുകൊണ്ടോ ആ സമയത്ത് കഴിഞ്ഞില്ല. അതൊന്ന് റീറൈറ്റ് ചെയ്യണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മോശമൊന്നുമല്ല എന്നാലും. അപ്പോൾ അതാണ് ആ പുസ്തകത്തിൽ പേരും നിർദ്ദേശിക്കുന്നത്. ഞാനൊരു സഖാവ് എന്നുള്ള നിലയിലാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, എന്നാൽ അത് തന്നെ പേര് കൊടുക്കാന്ന് പറഞ്ഞു, മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. അതെനിക്ക് ഇഷ്ടമായി. മുഖ്യമന്ത്രി ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും പറഞ്ഞു ഈ പേരിലിരിക്കുന്നുണ്ട് കാര്യങ്ങളല്ല, എന്താണ് ഒരു സഖാവിൻ്റെ ജീവിതം എന്നുള്ള. മുഖ്യമന്ത്രി നല്ല രീതിയിലാണെന്ന് പറഞ്ഞു. ഒരു വസൂരിയൊക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമിച്ച ഒരു അമ്മമ്മയുടെ മകള്, ഒന്നുമില്ല നാട്ടുവൈദ്യം, അമ്മമ്മയുടെ മകള് പിന്നീട് ആരോഗ്യമന്ത്രി ആയി എന്നുള്ളത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചത് ഇത് പ്രകാശനം ചെയ്യുമ്പോൾ. ഏതായാലും അങ്ങനെ ഒരു ബുക്ക് ഇറങ്ങി. അതിപ്പം അതിൻ്റെ കന്നഡയിലുള്ള പരിഭാഷ കഴിഞ്ഞു, അത് അവിടെ പബ്ലിഷ് ചെയ്തു. ഇപ്പം തമിഴിൽ പ്രകൃതി ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നൊരു കൂട്ടർ അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മാസം ഒരു ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാവാം, ഡിസംബറിൽ തരാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പുസ്തകത്തിൻ്റെ ചർച്ച നാട്ടിലധികം നടന്നില്ലെങ്കിലും വ്യാപകം മുംബൈയിലും അതുപോലെ ബാംഗ്ലൂരും ഒക്കെ ചില ക്ലബ്ബുകളൊക്കെ നല്ല ഡിസ്കഷൻ വെച്ചു. എനിക്ക് ജീവിതത്തിൽ ചാരിതാർത്ഥ്യം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാ പറയുന്നത്, നമ്മുടെ മനോരമക്കാരുടെ ആ ഫാമിലി ഒരു ഡിസ്കഷൻ വെച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നിട്ട് ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസത്തെ കുറിച്ചല്ലേ പറയുക. അവര് പറഞ്ഞല്ല, അതെ ബുക്കിന്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, പക്ഷെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആളുകൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സദസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ കുറച്ച് ഒരു 4-5 പേരും, വാസവ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അന്ന് റസ്സലൊക്കെ ഉണ്ടായിരുന്നു കോട്ടയത്ത്, ഈ ഫാമിലിയിലുള്ള കുറേ ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല ഡിസ്കഷൻ സംഘടിപ്പിച്ചു. ഞാനും മഞ്ജു അതുപോലെ മോഡറേറ്ററായിട്ടൊരു പെൺകുട്ടി ഇരുന്നിട്ട് ആ കാലഘട്ടത്തിൻ്റെ കഥയൊക്കെ നന്നായിട്ട് ചെറുപ്പക്കാരൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളൊരു കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ പുതിയ തലമുറയ്ക്കൊന്ന് പകർന്നു കൊടുക്കുന്നു. അത് സമ്പൂർണ്ണമൊന്നുമല്ല, അതിനകത്ത് വിട്ടുപോയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഇനിയും കൂട്ടിച്ചേർക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ആത്മകഥ എന്നൊന്നും പറയാൻ ഞാൻ അതിന് മാത്രമൊന്നും ആരുമല്ല. പക്ഷെ എൻ്റെ മെമ്മോയർ സ്വാഭാവികമായിട്ടും ഞാൻ കുഞ്ഞുനാളിലെ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴുണ്ടായിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായ ഒട്ടേറെ അനുഭവങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി ടീച്ചറോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലീഷ ചോദ്യം, അത് ഞാൻ ചോദിക്കുന്നില്ല, വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും. അത് ചോദിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ അടക്കം ഒരു സ്ത്രീക്ക് ഏത് മേഖല ആയിക്കോട്ടെ മുന്നോട്ട് വരണമെങ്കിൽ ഒരുപക്ഷെ പുരുഷനേക്കാൾ ഇരട്ടി അധ്വാനിക്കേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അത് ഒരു അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെയുള്ള ഒരു പ്രതിസന്ധിയാണ്. അവർ ഇരട്ടി അധ്വാനിച്ച് എത്തിയാലും മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ സ്ത്രീ ആയതുകൊണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. പൊതുവെ CPM എന്നുള്ളതല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വരുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല രീതിയിലുണ്ട്. ടീച്ചർക്ക് ഇത് നിരീക്ഷിച്ച ഘട്ടത്തിൽ ഈ സ്വന്തം അനുഭവം കൂടി വെച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, കേരളത്തിലെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ വരവിൻ്റെ ഒരു സാഹചര്യം എവിടെ എത്തി നിൽക്കുകയാണ്? സ്ത്രീകൾക്ക് ഒരുപാട് സാധ്യതകൾ കൈവന്നിട്ടുള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. ഇപ്പം പല രീതിയിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടത്തിലൂടെയൊക്കെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. പിന്നെ സംവരണം വന്നപ്പോഴാണ് ഈ അധികാരത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ തുടങ്ങിയത്. എന്നാലും ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുൻ മെമ്പർമാർ ഒക്കെ ആയിട്ട് ഈ സ്ത്രീകൾ അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് വലിയ തോതിൽ കടന്നു വന്നിട്ടുള്ള ഒരു സമൂഹമാണ് സ്ത്രീകൾ. MLA-മാരുമായിട്ടും ഒക്കെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും ആ ഫ്യൂഡൽ കാഴ്ചപ്പാട് കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കായാലും ജോലിക്ക് പോകുന്ന മറ്റു സ്ത്രീകൾക്കായാലും ഒക്കെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അറിയാതെ ഇപ്പോൾ വലിയ പുരോഗമനവാദികളാണ് എന്നൊക്കെ പറയുന്നവർക്കും ഈ പഴയ ഒരു കൺസെപ്റ്റ്, സ്ത്രീകൾ വീട്ടിലാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് വീട് പരിചരിക്കേണ്ടത്,
എന്ന ഒരു കൺസെപ്റ്റ് ഇപ്പം ഉണ്ട്. അത് ഈ മതപരമായിട്ടുള്ള വല്ലാത്തൊരു ഒരു 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 ചുരുക്കം, അതായത് സ്ത്രീ അങ്ങനെ പോകരുത്, സ്ത്രീ ഇങ്ങനെ പോകരുത്, വീട്ടിൻ്റെ ഐശ്വര്യമാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയെ പൂജിക്കുക, അതേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന വളരെ ഒരു പുരോഗമനപരമായിട്ടുള്ള വളരെ തുറന്ന ഒരു കൺസെപ്റ്റ് അല്ലാത്തൊരവസ്ഥ കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ആവുന്ന ആളുകൾക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു ശില്പശാലയിൽ ഇവിടെ തിരുവനന്തപുരത്ത് പങ്കെടുക്കുമ്പോൾ ഈ ആണുങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ആ കൂട്ടത്തിൽ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഈ പ്രസിഡന്റുമാരിലധികവും സെക്രട്ടറിമാർ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്നവരാണെന്നൊരു പരാമർശം നടത്തി, വനിതാ പ്രസിഡന്റുമാർ. അപ്പോൾ ഏറ്റവും നല്ല അവാർഡ് വാങ്ങിയ പഞ്ചായത്തുണ്ട് സ്ത്രീ പ്രസിഡന്റായെടുത്ത്, അവരെല്ലാം കൂടി എടുത്ത് അയാളെ കുടഞ്ഞു കളഞ്ഞു. കേട്ടില്ലേ എന്താ നിങ്ങൾ വിചാരിച്ചതെന്നും പറഞ്ഞിട്ട്. പക്ഷേ അയാളാകെ വരണ്ടു. അയാൾ പറഞ്ഞു എല്ലാവരെ കൊണ്ടും അല്ല, ചിലരെങ്കിലും ഭയന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലൊക്കെയുള്ള അന്തരീക്ഷത്തിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയി പോകാം. പുരുഷന്മാരും അങ്ങനെ ആവുന്നുണ്ട്, സ്ത്രീകളും ഉണ്ട്. പക്ഷേ എവിടെയോ ഒരു പിടുത്തം, ഒരു ഉൾവലിയൽ അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഈ പുരുഷ മേധാവിത്വം എന്ന് വെച്ചാൽ ഈ ആൺകോയ്മ സമൂഹത്തിൻ്റെ ആ പിടുത്തം കേരളത്തിൽ നിന്ന് പോയി എന്ന് തോന്നുന്നില്ല. ഞങ്ങളെ പാർട്ടിക്കകത്തും പാർട്ടിയും പറയുന്നത് പാർട്ടി സഖാക്കൾ ആ ഒരു സ്വഭാവം ഇല്ലാതാക്കണം എന്നാണ്. സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു. അപ്പം അതിനെ സ്ത്രീകൾ ഈ വീട്ടിലേക്ക് കുറേ ചുരുങ്ങി പോകുന്നത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ലോക്കൽ സെക്രട്ടറി ആവാൻ പറ്റുന്നില്ല, ജില്ലാ സെക്രട്ടറി ആവാൻ പറ്റുന്നില്ല. അപ്പം മുഴുവൻ സമയവും ചെയ്യേണ്ടതാണല്ലോ, രാത്രി പകലില്ലാണ്ട് ഈ ജോലി. അതൊരു സ്ത്രീയെ ഏൽപ്പിച്ചാൽ വീട് അവരെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന ഭയത്താൽ പലപ്പോഴും അവർ സമ്മതിക്കുന്നുമില്ല, അവരെ നിർത്താനോട്ട് തയ്യാറാകുന്നുമില്ല. അങ്ങനെ വരുമ്പോഴെന്താ, ചിലപ്പോൾ ചില വേദികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരൊറ്റ സ്ത്രീ ഉണ്ടാവില്ല. കാരണം ഈ ടോപ്പ് ലീഡർഷിപ്പിൽ സ്ത്രീ ഇല്ല, സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ അത്തരം ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു സ്ത്രീയെ കാണാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് പോലും എത്തിക്കാൻ ആളുകൾ ഇല്ല. അങ്ങനെ ഒരു ഇന്റൻഷനലായിട്ട് ചെയ്യാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത്തരം ഒരു ചുരുക്കം കേരളീയ സമൂഹത്തിനുണ്ട്. അത് ഇടതുപക്ഷ പാർട്ടികൾ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് പരിഹരിക്കാൻ ബോധപൂർവമായിട്ട് ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇനിയും ശ്രമിക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ടീച്ചർ ഉണ്ടാവുമോ ഇല്ലയോ, മത്സരിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള പാർട്ടി നിരീക്ഷകർ പല രീതിയിൽ ചോദ്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തുന്നുണ്ട്. ടീച്ചറുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് CPM-ൻ്റെ കൂടി കേരള രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിശ്ചയിക്കുകയും ആയിരിക്കും. ടീച്ചർ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഭാവി എങ്ങനെ? ഞാനതൊന്നും ആലോചിക്കാറില്ല. കാരണം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നു, ഭരണ തുടർച്ചയുണ്ടായി. അടുത്ത 5 വർഷം ഞാൻ മന്ത്രിയല്ലല്ലോ, എന്നിട്ട് ഞാൻ എവിടെയും ഒളിച്ചിട്ടില്ലല്ലോ. കേട്ടില്ലേ, എൻ്റെ പാർട്ടി എന്നോട് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ 5 വർഷവും ഒരു ദിവസം പോലും ഒഴിയാതെ സാമൂഹ്യ രംഗത്തുണ്ടല്ലോ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു MLA എന്നുള്ള നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ ഉത്തരവാദിത്തങ്ങൾ, അവിടെ പുതിയ ഒരുപാട് പ്രോജക്റ്റുകൾ തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാം പൂർത്തിയായിട്ടില്ല, 5 വർഷം കൊണ്ട് പൂർത്തിയാവില്ല വലിയ പ്രോജക്റ്റൊന്നും. അത്തരം കാര്യങ്ങൾ സന്തോഷത്തോടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എവിടെയായാലും നമുക്ക് ചെയ്യാനൊരു ഉത്തരവാദിത്വമുണ്ട്, അത് സന്തോഷത്തോടെ നമുക്ക് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കുന്നതാണെല്ലാം. പാർട്ടി ആരൊക്കെയാണ് നിൽക്കേണ്ടത് തീരുമാനിക്കുന്നു, ആരൊക്കെയാണ് പിൻവാങ്ങേണ്ടത് തീരുമാനിക്കുന്നു. അതിനെ എതിർത്ത് പറയലല്ലോ നമ്മുടെ രീതി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നാളെ എൻ്റെ സ്ഥാനം എന്തായിരിക്കുന്നു സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഞാൻ അറിയാതെയാണ് MLA ആയത്. MLA ആയി നന്നായിട്ട് ചെയ്തു. ആ 5 വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം പാർട്ടി എന്നോട് മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, ഞാൻ 2ാമത്തെ ടേം അല്ലേ, അങ്ങനെയൊക്കെ പറയാം. നമ്മൾ 2 ടേമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനല്ലേ ആവേണ്ടത് നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ച് സ്കൂളിൽ ചെന്ന് ചേർന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു സ്കൂളിൽ പോകണ്ട, മുഴുവൻ സമയ പ്രവർത്തകയാകണം. ശരി, അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആവാം. അങ്ങനെ ഞാൻ മുഴുവൻ സമയ പ്രവർത്തകയായി, മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി. ഇതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചു. എനിക്കതിലൊരു അസ്കതിയും തോന്നിയിട്ടില്ല. വീണ്ടും അത് കഴിഞ്ഞ് അടുത്ത 5ാമത്തെ വർഷമാകുമ്പം പറഞ്ഞു ടീച്ചർ മത്സരിക്കണം എന്ന് പറഞ്ഞു. ശരി, മത്സരിക്കാം. ഞാൻ മത്സരിച്ചു. ആ പേരാവൂർ മണ്ഡലത്തിൽ, സാധാരണ ഇടതുപക്ഷം ജയിക്കാത്തൊരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ അങ്ങനെ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പറയുന്നത്. അപ്പടി റാൻ മോളലല്ല, എനിക്കൊരു സേ ഉണ്ട്. പറഞ്ഞാൽ തീരെ വയ്യാന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പോൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കില്ലല്ലോ. പക്ഷെ എനിക്കറിയാം ഒരു MLA ആയാൽ ചെയ്യാൻ ധാരാളമുണ്ട്, മന്ത്രി ആയപ്പോൾ ചെയ്യാൻ ധാരാളം ഉണ്ടെന്ന് ഞാൻ പഠിച്ചു ഇല്ലേ, അത് ചെയ്തു. അപ്പോൾ എവിടെയായാലും ചെയ്യാനുണ്ട്. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ മറ്റു മേഖലയിൽ എന്താണോ ചെയ്യേണ്ടത്
ഈ ജീവിതം ഒരു ചെറിയ ജീവിതമാണല്ലോ, അതെ. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ചെയ്യാൻ ബാക്കി കിടക്കുന്നു. അപ്പോൾ കിട്ടുന്ന അവസരം അത് നമ്മൾ സാർത്ഥകമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഞാനൊക്കെ ഒരു ചെറിയ ആളാണ്. ലോകത്തിൽ എത്ര പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് ചെയ്തിട്ട് മരിച്ചു പോയവരുണ്ട്, ഒന്നും ചെയ്യാതെ മരിച്ചു പോയവരുണ്ട്. അപ്പൊ ഇതിൻ്റെ എല്ലാം ഇടയിലാണ് നമ്മുടെ സ്ഥാനം. ഒന്നും ചെയ്യാതെ ജീവിച്ച് മരിക്കരുത്. എന്തെങ്കിലും അടുത്ത സമൂഹത്തിന് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിലും പ്ലാനിങ് ഉണ്ടാവണം. പിന്നെ നമ്മുടെ പോളിസിയും ഇതെല്ലാം അനുസരിച്ച് സ്വന്തമായിട്ടും വേണം ചില ഐഡിയ. ഇതും വരവടി ഒരു ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മന്ത്രി, പാർട്ടി ഇന്ന യോഗത്ത് പങ്കെടുക്കാൻ പറഞ്ഞാൽ അതിന് മാത്രം പോയി പങ്കെടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തക, ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കെന്ത് ഏഡ് ചെയ്യാൻ പറ്റും? നമ്മുടേതായിട്ടുള്ള സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ ആ സ്വപ്നത്തെ ഒരു പദ്ധതിയാക്കി മാറ്റാൻ പറ്റും? അതിന് എങ്ങനെ നമുക്ക് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ പറ്റും? അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വേണ്ടുവോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ചെറിയ ജീവിതത്തിൽ. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സർക്കിളിൽ, എൻ്റെ ഒരു വ്യക്തിത്വത്തിനനുസരിച്ച്, ഞാനിപ്പോൾ ഒരുപാട് അറിവുള്ള ആളൊന്നും അല്ലല്ലോ, പക്ഷേ ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കൊയ്യാനും സാധിച്ചു ഈ ജീവിതത്തിൽ എന്നുള്ളത് എന്നെ ഒരുപാട് സംതൃപ്തിയിലേക്ക് നയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാളെ എന്താവും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എന്തായാലും ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കും. അത്രയേ ഉള്ളൂ. ഇനിയും പുതിയ ആശയങ്ങളും പുതിയ പ്രതിസന്ധികളും നേരിടാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സന്തോഷം. അടുത്ത വീഡിയോയിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.